കഥാമയീം ഭാഗവതാഭിധാനാം ഹരേതനും തേ ശരിതൈസ്തുതീയൈ യഥാമതിസ്തുൽ പരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ഒരു ചെറിയ നാമാവലിയെ കീർത്തിച്ച് പാരായണം ചെയ്ത ഭാഗങ്ങളെ അനുസ്മരിക്കാം. എല്ലാവരും നാമം ജപിക്കുക. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. മധുരം മധുരം ഹരിനാമം മാമകരസനയിലനു നിമിഷം അലയായലയായി ഉയരുമ്പോൾ ആനന്ദത്തിൻ കുളിർബാഷ്പം. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. പുളകച്ചാർത്തട്ടി മുടിയന്മയിൽ മുള പൊട്ടിയിടും ദിനമെന്നോ അന്നാളെന്നു വരും, ഹാ അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. ലൗകിക സുഖശതലോഭങ്ങൾ ആകെയ കന്നിൻ ഹൃദയാന്തം പാവനമാകെ ഹരിനാമത്താൽ ഭാവസ്പന്ദനമേൽക്കുമ്പോൾ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. കണ്ണുകളിട്ട മുറിവെന്നേ തൂകും പൂർണ്ണാനുഗ്രഹദിനമെന്നോ അന്നാളെന്നു വരും, ഹാ അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. മധുരം മധുരം ഹരിനാമം മാമകരസനയിലനു നിമിഷം അലയായലയായുയരുമ്പോൾ ആനന്ദത്തിൻ കുളിർബാഷ്പം. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ധ്രുവചരിതം എന്ന പ്രകരണത്തെയാണ് മുൻപ് നമ്മളിവിടെ അനുസ്മരിച്ചു നിർത്തിയത്. കേവലം 5 വയസ്സിൽ തന്നെ അമ്മ ഉപദേശിച്ചു തന്ന ഭഗവാന്റെ മാഹാത്മ്യം,
ആ മാഹാത്മ്യം ധ്രുവൻ എന്ന പുത്രനെ ആചന്ദ്രതാരകം, ജ്വലിക്കുന്ന നക്ഷത്രം പോലെ പ്രകാശമുള്ള ഒരു ജീവനാക്കി തീർത്തു, ഉയർത്തി എന്ന് സൂചിപ്പിച്ചു. ഈ ധ്രുവന്റെ വംശപരമ്പരയെ ഹരിദ്വാറിൽ വെച്ച് മൈത്രേയ മഹർഷി തൻ്റെ മുൻപിൽ ഭാഗവതം കേൾക്കാനിരിക്കുന്ന വിതുരൻ എന്ന കൗരവശ്രേഷ്ഠന് പാടിക്കൊടുക്കുന്ന സമയത്താണ് ധ്രുവന്റെ വംശത്തിലായിട്ട് ഭഗവാൻ പൃഥു എന്ന പേരിൽ അവതരിച്ചു എന്നും പൃഥുരാദ്യ ക്ഷിതീശ്വര, ഭൂമിയിൽ ആദ്യത്തെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണ സമ്പ്രദായം ഉണ്ടാക്കി രാജഭരണത്തെ തുടങ്ങിയത് ഈ പൃഥു മഹാരാജാവാണത്രേ. അതുകൊണ്ടാണ് ഭൂമിക്ക്, പൃഥു ഭരിച്ചതുകൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്നുള്ളതായ നാമം വന്നു ചേർന്നത് എന്ന് സൂചിപ്പിച്ചപ്പോൾ ആ പൃഥുചരിതത്തെക്കുറിച്ച് വിസ്തരിച്ച് കേൾക്കണം എന്ന് വിതുരൻ ആഗ്രഹിക്കുന്നതും അത് പ്രകാരം പിന്നീട് കുറച്ച് അധ്യായങ്ങളിൽ പൃഥുചരിതമാണ് വർണ്ണിച്ചത്. ധ്രുവന് ഭ്രമി, ഇള തുടങ്ങിയിട്ടുള്ളതായ ഭാര്യമാര്, അതില് ഉൽക്കലൻ തുടങ്ങിയിട്ട് അതിഗംഭീരന്മാരായിട്ടുള്ള രാജാക്കന്മാര് മക്കളായിട്ടുണ്ടായി. ആ വംശത്തെ പറഞ്ഞു വരുന്ന സമയത്ത് ധ്രുവന്റെ വംശത്തിലായിട്ട് അങ്കൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു, അംഗമഹാരാജാവ്. അദ്ദേഹത്തിന് വിവാഹ സമയമായി. അദ്ദേഹം വിവാഹ ആലോചനകളൊക്കെ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിവാഹാലോചന തുടങ്ങുന്ന സമയത്ത് കുറേ ഡിമാൻഡുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് അതിൽ ഓരോ ഡിമാൻഡായിട്ട് കുറയ്ക്കുക. ഇദ്ദേഹത്തിന് ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നല്ല പേര് കേട്ട തറവാട്ടിലുള്ള ഒരു കുട്ടിയാവണം. നല്ല പേര് കേട്ട ഒരു തറവാട്ടിൽ നിന്ന് വേണം തൻ്റെ ഭാര്യ, അല്ലേ? ഭാര്യയുടെ വീട് ഏതാ എന്ന് ചോദിച്ചാൽ 4 ആൾക്കാരെ കേട്ടാൽ അറിയാട്ടോ എനിക്കും എന്ന് പറയണം. അങ്ങനെ പേര് കേട്ട ഒരു തറവാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം എന്ന് മോഹിച്ച് അംഗമഹാരാജാവ് അന്വേഷണം തുടങ്ങി. ഒടുവില് വിവാഹം കഴിഞ്ഞു. ആരെയാ വിവാഹം ചെയ്തത്? സുനീത എന്ന കന്യകയെ വിവാഹം ചെയ്തു. സുനീത പേര് കേട്ട തറവാട്ടിൽ പിറന്ന കുട്ടിയാണോ? അതെ. ആരാ ഈ സുനീത? യമധർമ്മരാജാവിൻ്റെ മകളാണ്. അപ്പൊ തറവാട് ഏതാ? യമധർമ്മരാജാവിൻ്റെ മകളാണ്. അപ്പൊ തറവാട് ഏതാ? നരകം, അല്ലേ? ഭാര്യയുടെ വീട് നരകം. ഓ, കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട, നല്ല പേര് കേട്ട ഒരു തറവാട്ടിൽ തന്നെ കുട്ടിയെ കിട്ടി. അംഗമഹാരാജാവും സുനീതയും കൂടിയിട്ട് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. പക്ഷേ സന്താന ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഇദ്ദേഹം യാഗങ്ങളൊക്കെ കുറെ ചെയ്യാറുണ്ടെങ്കിലും യാഗ സമയത്ത് ഈ ഹോമകുണ്ടത്തിലേക്ക് പല സാധനങ്ങൾ ഹോമിക്കുമല്ലോ. ആ ഹോമകുണ്ടത്തിലേക്ക് ഹോമിക്കുന്ന സമയത്ത് അഗ്നിയിൽ അതൊന്നും ദഹിക്കുന്നില്ല, ഒക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആചാര്യന്മാരോട് ചോദിച്ചു ഇയാള്, ഇതെന്തേ കത്താത്തത്? അപ്പൊ പറഞ്ഞു, അത് അങ്ങേക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ടാ. എന്നാ പിന്നെ അതിന് വേണം ഇനി യാഗം നടത്താൻ. ശരി, യാഗം നടത്താം. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തി. പുത്രകാമേഷ്ടി യാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ? രാമായണത്തിൽ, അല്ലേ? പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ ആരെ പോലെയുള്ള പുത്രൻ ഉണ്ടാവണം? ശ്രീരാമനെ പോലെ ധർമ്മനിഷ്ഠയുള്ള പുത്രൻ ഉണ്ടാവണം. അതിനുവേണ്ടി ഈ അംഗമഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തി. രാമായണത്തിൽ നമ്മൾ കേട്ട് പരിചയമുള്ളതുപോലെ യാഗശാലയിൽ ആരവതരിച്ചു? യാഗശാലയിൽ ഒരു യാഗദേവൻ അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ എന്തായിരിക്കും? പായസം. എന്ത് പായസമാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഏതോ ഒരു പായസം അയാളുടെ കയ്യിലുണ്ട്. രാമായണത്തിലും ഈ ഒരു പായസം കഴിച്ചപ്പോഴാണ് ഗർഭം ധരിക്കണത്, അല്ലേ? കൗസല്യയും കൈകേയും സുമിത്രയും. കയ്യിൽ ഈ പായസവുമായി യാഗപുരുഷൻ അവതരിച്ചു. ആ യാഗപുരുഷൻ എന്ത് ചെയ്തു? പാത്രം
അംഗമഹാരാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഭാര്യയ്ക്ക് കൊടുക്കണം, ഗർഭം ധരിക്കും, നല്ല ശ്രീരാമനെ പോലെ ധർമ്മനിഷ്ഠയുള്ള ഒരു പുത്രനുണ്ടാവണം. സന്തോഷത്തോടുകൂടി ഇദ്ദേഹം ഇത് വാങ്ങി ഭാര്യയ്ക്ക് കൊടുത്തു. അവളത് കഴിച്ചു, ഗർഭം ധരിച്ചു, ഉണ്ടായി ഒരു ആൺകുട്ടി. പക്ഷേ സ്വഭാവം രാമന് തുല്യല്ല, പിന്നെയോ രാവണനേക്കാൾ കഷ്ടം, രാവണനേക്കാൾ മഹാദുഷ്ടനായിട്ട് ഒരുത്തൻ. രാവണൻ ഇത്ര കുഴപ്പമില്ലയോ എന്ന് നമുക്ക് തോന്നും. അപ്പൊ എവിടെയാ പിഴവ് പറ്റിയത്? യാഗം കഴിച്ചതിൽ കുഴപ്പമില്ല, യാഗപുരുഷൻ കൊണ്ടുവന്ന പായസത്തിന് കുഴപ്പമില്ല, അത് കഴിച്ച സുനീതയ്ക്കും കുഴപ്പം പറ്റിയിട്ടില്ല. കുഴപ്പം പറ്റിയത് എന്താ അറിയോ? ഈ പായസം കൊടുക്കുന്നതിനിടയിൽ ഈ അംഗമഹാരാജാവ് ഒരബദ്ധം ചെയ്തു. എന്താ അബദ്ധം ചെയ്തത്? ഈ പായസത്തിൻ്റെ പാത്രം കയ്യിൽ കിട്ടിയതും ഇയാള് അതൊന്ന് വാസനിച്ചു. സ്വതവേ പറയും, ഘ്രാണഭക്ഷണം ഉച്ഛിഷ്ടം എന്ന് പറയും അല്ലേ? വാസനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർമാല്യമായി, അത് ഉച്ഛിഷ്ടമായി, അതിൻ്റെ പവിത്രത ഇല്ലാണ്ടായി. അതുകൊണ്ട് ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും വാസനിച്ച് കൊടുക്കരുത് എന്നാ പറയുക അല്ലേ? കടിച്ചിട്ട് കൊടുത്താലും ഭഗവാൻ എടുക്കും, അത് പക്ഷെ ശബരി കൊടുത്താലേ എടുക്കും. നമ്മളൊന്നും അത് കേട്ടിട്ട് ശബരി കൊടുത്തിട്ടില്ലേ എന്നും വിചാരിച്ച് നമ്മൾ തിന്നിട്ട് കൊടുക്കരുത് ഭഗവാന്. നമ്മൾ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും ഘ്രാണിച്ചു നോക്കരുത്. ഘ്രാണിക്കാം. എപ്പോ ഘ്രാണിക്കാം? ഇപ്പോ നമ്മൾ ഒരു അമ്പലത്തിൽ പോയി പ്രസാദം വാങ്ങി അല്ലേ? ശാന്തിക്കാരനാണെങ്കിൽ പൂവിന് ക്ഷാമില്ലാത്ത കാലമായതുകൊണ്ട് കൈ നിറയെ പുഷ്പം കൊടുത്തു. ഇതിപ്പോൾ കളയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്തു ഇയാള്? രണ്ട് ചെവിയിലും തിരികെ വെച്ചു. പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രസാദം വീണ്ടും ശാന്തിക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തു. പുഷ്പാഞ്ജലിക്ക് എന്താ പ്രസാദം? പുഷ്പാഞ്ജലിക്ക് എന്താ പ്രസാദം? പുഷ്പാഞ്ജലിക്ക് എന്താ പ്രസാദം? അതും പൂവ് തന്നെയാ. ഇയാൾ ആലോചിച്ചു, ഇതിനി ഇവിടെ വയ്ക്കും. അതും പരമാവധി ചെവിയിൽ തിരികെ വെച്ചു അല്ലേ? ചില ആൾക്കാർ ഇവിടെയൊക്കെ സ്ഥലം കഴിഞ്ഞാൽ ഇതിനുള്ളിലൊക്കെ വയ്ക്കണത് കാണാം. അങ്ങനെ ഇദ്ദേഹം രണ്ട് ചെവിയിലും നിറയെ പൂക്കളുമായിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റണില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? എന്താ ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ അധികമായാൽ കുഴപ്പമെന്നറിയോ? ഇതിപ്പോൾ നമ്മുടെ ചെവിയിൽ നിന്ന് താഴെ വീണു വിചാരിക്കുക, അത് ആരെങ്കിലും ഒരാൾ അറിയാണ്ട് ചവിട്ടി എന്ന് വിചാരിക്കുക. ചവിട്ടിയാക്കല്ല ദോഷം, പിന്നെയോ താഴെ ഇട്ട നമുക്കാ. അപ്പം നല്ലതെന്താ അറിയോ? ഈ ആവശ്യത്തിൽ അധികമൊന്നും ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൊള്ളണത് എടുക്കുക, എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുക? ഒന്ന് വാസനിച്ചിട്ട് ആരും ചവിട്ടാത്ത തുപ്പാത്ത ഒരു സ്ഥലത്ത് ഇത് കളയാം. അപ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് വാസനിക്കരുത്. ഇവിടെ ഈ പായസം ഒന്ന് വാസനിച്ചതോടുകൂടി അതിൻ്റെ പ്രസാദഭാവം മുഴുവൻ അംഗമഹാരാജാവിൻ്റെ ഉള്ളിലെത്തി. ഉച്ഛിഷ്ട ഭാവമാണ് സുനീത കഴിച്ചത്. അതുകൊണ്ട് ഉണ്ടായത് മഹാദുഷ്ടനായിട്ടൊരു ആൺകുട്ടി. അവന് പേരിട്ടത് എന്താ അറിയോ? വേനൻ എന്നാ പേരിട്ടത് അല്ലേ? വേനൽക്കാലം എത്ര ബുദ്ധിമുട്ടുണു സകല ജീവജാലങ്ങളും നമ്മളും ഒക്കെ. ഇതുപോലെ എല്ലാരെയും വിഷമിപ്പിക്കുന്നതായ വേനൽ പോലെ സ്വഭാവമുള്ളത് കൊണ്ട് അവന് വേനൻ എന്ന് പേരിട്ടു. കുട്ടിക്കാലം മുതൽ ഈ വേനന്റെ സ്വഭാവം വലിയ വ്യത്യാസമായിരുന്നു. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ കളിക്കുമ്പോൾ പല കുരുത്തക്കേടുകളും കളിക്കാറില്ലേ? വേനന്റെ കുരുത്തക്കേടുകൾ എന്താ വെച്ചാൽ കൂട്ടുകാരെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിടുക, മറ്റുള്ളവരുടെ വീടുകളിൽ പോയി അവിടെ തീ വയ്ക്കുക, ബാക്കിയുള്ളവരെ തലയ്ക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുക. ഇതൊക്കെയാണ് വേനന്റെ ചെറിയ ചെറിയ തമാശകൾ. വേനൻ വളരുന്നതിൻ്റെ 4 ഇരട്ടി വേഗതയിൽ ഈ തമാശ വളരാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരൊക്കെ രാജാവിൻ്റെ മുൻപിൽ പരാതിയുമായി വരാൻ തുടങ്ങി. രാജാവിൻ്റെ മകനായതുകൊണ്ട് പരാതി പറയാൻ എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെ പരാതി പറയാണ്ടിരുന്ന അതും പേടിയുണ്ട്. തൻ്റെ മകൻ്റെ ദുഷ്ടത്തരം കണ്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ, ഇനി ഇവിടെ നിന്നാൽ ഇവൻ തൻ്റെ കഥ കഴിക്കുന്നു കൂടി തോന്നിയപ്പോൾ അംഗമഹാരാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ദിവസം രാത്രിയിൽ
നാട് വിട്ടു. അച്ഛൻ നാട് വിട്ടു എന്നറിഞ്ഞപ്പോ വേനന് വല്ലാത്ത സങ്കടമായി. ഓടിപ്പോയി അച്ഛൻ്റെ ആ കിടപ്പുമുറിയിലേക്ക്. അവിടെ എത്തിയപ്പോൾ സന്തോഷമായി. എന്തേ, കിരീടം കൊണ്ടുപോയിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കിരീടം അവിടെയുണ്ട്. വേനൻ ആ കിരീടം എടുത്ത് തൻ്റെ തലയിൽ വെച്ചിട്ട് രാജ്യഭരണം സ്വയം ഏറ്റെടുത്തു. എന്നു മാത്രല്ല, രാജ്യം മുഴുവൻ വലിയ വലിയ പെരുമ്പറകൾ കൊട്ടിയിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കി വേനൻ. എന്താ നിയമം? ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം. ഇനി ഒരാളും ഹോമം ചെയ്യരുത്, ഇനി ഒരാളും ദാനം ചെയ്യരുത്, ഇനി ഒരാളും യാഗം ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഹോമിക്കണം എന്നുണ്ടോ? പല സാധനങ്ങളും നിങ്ങൾ തീയിലേക്ക് എറിയണില്ലേ? അതൊക്കെ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരൂ. ദാനം ചെയ്യണമെന്നുണ്ടോ? എനിക്ക് കൊണ്ടുവന്ന് തരൂ. യജ്ഞം ചെയ്യണമെന്നുണ്ടോ? എനിക്ക് കൊണ്ടുവന്ന് തരൂ. ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങി വേനൻ. ഈ സമയത്ത് വേനനെ കുറച്ച് സന്യാസിമാര് ഉപദേശിക്കാൻ തീരുമാനിച്ചു. സ്വതവേ നമ്മൾ കേട്ടിട്ടുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിനെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല എന്ന്. ഇവിടെ വേനനെ ഉപദേശിക്കാൻ സന്യാസിമാര് കയറി വന്നപ്പോ ഒരു ബഹുമാനവുമില്ലാതെ വേനൻ അവരോട് പെരുമാറി. അതൊക്കെ അവർ ക്ഷമിച്ചു. അവർ വേനനോട് പറഞ്ഞു, രാജാവ് എന്നുള്ള പേരെങ്ങനെയുണ്ടായതെന്നറിയോ? രഞ്ജയിഷ്യതി അല്ലേ? പ്രജകളെ രഞ്ജിപ്പിക്കുന്നവനാണ്, സന്തോഷിപ്പിക്കുന്നവനാണ് ആര്? രാജാവ്. രാജ എന്ന് പറഞ്ഞാൽ രഞ്ജിപ്പിക്കുന്നവൻ എന്നർത്ഥം. പ്രജകളെ സന്തോഷിപ്പിക്കുന്നവനാണ് രാജാവ്. അങ്ങനെ പ്രജകളെ സന്തോഷിപ്പിക്കുന്ന ഒരു രാജാവ് സർവദേവമയോ നൃപ. പ്രജകളെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന ഒരു രാജാവുണ്ടെങ്കിൽ ആ രാജാവ് ഈശ്വരന് തുല്യനാണ് എന്ന് ആ സന്യാസിമാര് പറഞ്ഞപ്പോ വേനൻ പറഞ്ഞു, അതന്നെയല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ആര്? ഞാൻ ഈശ്വരനാണെന്ന്. നിങ്ങൾ ഈ ഈശ്വരനെന്ന് പറഞ്ഞ് വെറുതെ തീയിലിട്ട് കളയണ സാധനമൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരൂ, ഞാനാണ് നിങ്ങളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞ് അഹങ്കാരം തുടങ്ങിയപ്പോ ഹതം അച്യുത നിന്ദയാ. സന്യാസിമാരെ നിന്ദിച്ചപ്പോ അവര് ക്ഷമിച്ചു. പക്ഷേ ഈശ്വര നിന്ദ കണ്ടപ്പോ, ഈശ്വരനെ നിന്ദിച്ചപ്പോ ആ സന്യാസിമാർക്ക് സഹിച്ചില്ല. അതിലൊരു സന്യാസി ഒരു ഹുംകാരം മുഴക്കി, ഒന്ന് മൂളിയതയുള്ളൂ. സിംഹാസനത്തിലിരിക്കുന്ന വേനൻ താഴേക്ക് വീണ് അവിടെ പടഞ്ഞു മരിച്ചു. വേനന്റെ ഈ ശരീരത്തെ അമ്മയായ സുനീത മരുന്നു പുരട്ടി സൂക്ഷിച്ചു എന്നാണ് ഭാഗവതം പറയണത്. ഇവിടെ ഇപ്പം എന്തായി? രാജ്യത്തില് രാജാവില്ലാണ്ടായി. ഒരു ദുഷ്ടനായ രാജാവ് ഉണ്ടായിരുന്നു. അന്ന് നാട്ടിൽ മറ്റു ദുഷ്ടന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ദുഷ്ടനായ ഭരണാധികാരി പോയതോടുകൂടി എന്തായി? നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഭരിക്കാൻ തുടങ്ങണതിന് മുമ്പേ തന്നെ വന്ന് സ്തുതിക്കണു കുറെ ആൾക്കാര്. പ്രഭു ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് സ്തുതിപാഠകന്മാരാണ്. പണ്ടുള്ള കൊട്ടാരങ്ങളിലൊക്കെ ശമ്പളത്തിന് സ്തുതിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ പേരാണ് സ്തുതിപാഠകന്മാർ. അവർക്ക് മാസാമാസം രാജാവ് ശമ്പളം കൊടുക്കും. എന്താ ഇവരുടെ ജോലി എന്ന് വെച്ചാൽ, രാവിലെ രാജാവ് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആ അന്തഃപുരത്തിൻ്റെ പുറത്തു വന്നിട്ട് രാജാവിനെ അങ്ങനെ പുകഴ്ത്തിപ്പാട്. പിന്നെ എപ്പോഴൊക്കെ രാജാവിന് മൂഡൗട്ട് ആവണവോ അപ്പോഴൊക്കെ രാജാവിൻ്റെ മുമ്പിൽ വന്ന് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വെച്ച് രാജാവിനെ അങ്ങനെ പുകഴ്ത്തുക. കേട്ടിട്ടില്ലേ? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ചന്ദ്രനിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാജാവിനെ സന്തോഷിപ്പിച്ചാൽ രാജാവ് ഓരോ കിഴികൾ, നാണയക്കിഴികൾ കൊടുക്കും. ഇങ്ങനെ കൈയടിച്ചിട്ട് പൈസ വാങ്ങണ ആൾക്കാർ, അതാണ് സ്തുതിപാഠകന്മാർ. ഇന്നും നമുക്ക് കാണാട്ടോ അല്ലേ? ഇന്നും നമുക്ക് കാണാം. ഈ ടി വിയിലൊക്കെ ചില റിയാലിറ്റി ഷോകളൊക്കെ കാണാം. ആ റിയാലിറ്റി ഷോയിലൊക്കെ കയ്യടിക്കാൻ വേണ്ടി പൈസയ്ക്ക് പോണ ആൾക്കാരുണ്ട്. അവർക്ക് എന്താ ജോലി എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും കയ്യടിക്കുക, എന്നാൽ 500 റുപ്യ കിട്ടും. അപ്പോൾ ഇത് എല്ലാ കാലത്തും ഉണ്ട്. ഇവിടെ പൃഥു മഹാരാജാവിനെ സ്തുതിപാഠകന്മാർ സ്തുതിച്ചപ്പോൾ പൃഥു അവരോട് പറഞ്ഞു, നിങ്ങൾ ആ സ്തുതിക്കുന്ന നാവ് കൊണ്ട് എന്ത് ചെയ്യാം? ഭഗവാനെ സ്തുതിക്കുക.
നിങ്ങൾ സ്തുതിക്കേണ്ടത് ഭഗവാനെയാണ്, എന്നെയല്ല. ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് എന്നെ സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പൃഥുവിൻ്റെ മഹത്വം തന്നെ വീണ്ടും പാടി. പൃഥു മഹാരാജാവ് ഭൂമിയെ വേണ്ടതുപോലെ തരംതിരിച്ചു എന്നാണ്. ഗ്രാമങ്ങളായും പട്ടണങ്ങളായും ഒക്കെ തരംതിരിച്ച് കൃത്യമായ ഭരണ സംവിധാനമുണ്ടാക്കി. ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള ഏർപ്പാടൊക്കെ അന്ന് പൃഥു മഹാരാജാവ് തുടങ്ങിയെന്നാണ് ഭാഗവതത്ത് പറയുന്നത്, നികുതി സമ്പ്രദായം. പക്ഷെ അന്നത്തെ ഭരണാധികാരി നികുതി പിരിച്ചത് അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നു മാത്രല്ല, പൃഥു എന്ത് ചെയ്തു? അനേകം യാഗങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി, യജ്ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. യജ്ഞങ്ങളും യാഗങ്ങളും പൃഥു മഹാരാജാവ് ഭംഗിയായിട്ട് നടത്തി. അന്നദാനങ്ങൾ ധാരാളമായിട്ട് നടത്തി, ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് നടത്തി, സാധുക്കളെ മുഴുവൻ അദ്ദേഹം സംരക്ഷിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലും സത്പേരോട് കൂടിയിട്ട് ഭരണത്തെ കാഴ്ചവെച്ചതായ പൃഥുവിനെ പ്രജകളൊക്കെ ഈശ്വരന് തുല്യമിത കാണാൻ തുടങ്ങി. എന്നു മാത്രല്ല, ഇദ്ദേഹത്തിൻ്റെ യാഗത്തിൻ്റെ ആ വൈഭവം കേട്ടറിഞ്ഞ് ദേവന്മാർ പോലും ആ യാഗശാലയിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ 10 യാഗം കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 20 യാഗം കഴിഞ്ഞു. 30, 40, 50, 60, 70, 80 യാഗമൊക്കെ കഴിഞ്ഞപ്പോൾ അതുവരെ മുൻപിൽ കസേരയിൽ ഉണ്ടായിരുന്ന ഒരാളെ കാണാനില്ല. ആര്? ദേവേന്ദ്രൻ. 100 യാഗം ചെയ്താൽ അയാൾക്ക് ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിന് അവകാശമുണ്ട്. അപ്പോൾ ഭൂമിയിൽ ആരെങ്കിലും യാഗം തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം കമ്മിറ്റിയിൽ ദേവേന്ദ്രൻ ഉണ്ടാവും. ഞാനും കൂടെ ഉഷാറാക്കണം നമുക്ക് ഒക്കെ പറഞ്ഞിട്ട് ഒരു 10-20 യാഗം കഴിഞ്ഞാൽ പിന്നെ ദേവേന്ദ്രൻ പതുക്കെ ചോദിക്കും, ഇനി നിർത്തിക്കൂടെ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ടും പിന്നെ ഇയാൾ യാഗം നിർത്തണില്ല എന്ന് കണ്ടാൽ പിന്നെ ദേവേന്ദ്രൻ വേറൊരു കമ്മിറ്റി ഉണ്ടാക്കും. ഇതിനറിയോ? ഈ യാഗം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ കസേര പോണത് കൊണ്ട്. ഇവിടെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? പൃഥുവിൻ്റെ യാഗം മുടക്കാൻ വേണ്ടി തീരുമാനിച്ച് യാഗശാലയിൽ യൂപത്തിൽ കെട്ടിയിട്ടിരുന്നതായ യാഗാശ്വത്തെ ദേവേന്ദ്രൻ രാത്രിക്ക് കട്ടുകൊണ്ടുപോയി. പൃഥുവിൻ്റെ മകനായ വിജിതാശ്വൻ ചെന്ന് യുദ്ധം ചെയ്ത് ദേവേന്ദ്രനെ തോൽപ്പിച്ച് അശ്വത്തെ തിരിച്ചു കൊണ്ടുവന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ വീണ്ടും യാഗാശ്വത്തെ കട്ടുകൊണ്ടുപോയി. ഇത് 2ഉം 3ഉം തവണ തുടർന്നപ്പോൾ ആചാര്യന്മാർ പറഞ്ഞു, മഹാരാജാവേ, ഇങ്ങനെ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. യാഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിർത്തിവെക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ദേവേന്ദ്രനാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ പൃഥുവിന് സഹിച്ചില്ല. പൃഥു മഹാരാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ യാഗശാലയിൽ നിന്ന് അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഞാൻ ആ ദേവേന്ദ്രൻ്റെ കഥ കഴിക്കും. അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞു, അങ്ങ് ഈ യാഗശാല വിട്ടു പോവാൻ പാടില്ല. അങ്ങ് രാജാവാണ് എന്ന് മാത്രമല്ല, ഈ യാഗം നടത്തുന്ന യജമാനനാണ്. മുമ്പങ്ങ് ഭൂമിദേവിയെ വേനന്റെ ദുർഭരണം കൊണ്ട് ഊഷരമായി തീർന്ന ഭൂമിദേവിയെ, ഗോരൂപധാരിയായ ഭൂമിദേവിയെ ഇതുപോലെ അമ്പും വില്ലും എടുത്തൊന്നു പേടിപ്പിച്ചിട്ടുണ്ട്. അന്ന് അങ്ങയുടെ വാക്ക് കേട്ട് ആ ഭൂമിദേവി സന്തോഷിച്ച് പ്രജകൾക്ക് മുഴുവനും ധനധാന്യങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അമ്പും വില്ലും എടുത്തിട്ട് പുറപ്പെട്ടാൽ അത് നടക്കില്ല. കാരണം അങ്ങിപ്പോ യാഗത്തിന്റെ യജമാനനാണ്, യാഗശാല വിട്ടു പോവരുത്. അങ്ങേക്ക് എന്താ വേണ്ടത് ഞങ്ങളോട് പറയൂ. അപ്പൊ പൃഥു പറഞ്ഞു, യാഗം മുടക്കണത് ദേവേന്ദ്രനാണെങ്കിൽ അവന്റെ കഥ കഴിക്കണം. എങ്കിൽ അങ്ങ് പോണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളിപ്പോ ഒരു മന്ത്രം ചൊല്ലിയാൽ ആ ഇന്ദ്രൻ സിംഹാസനത്തോടുകൂടി വന്ന് ഈ ഹോമകുണ്ടത്തിൽ വീണ് ദഹിക്കും. എന്നാ തുടങ്ങിക്കോളൂ. ഉടനെ കുറേ ആചാര്യന്മാർ വന്ന് വലിയൊരു ഹോമകുണ്ടം കൂട്ടി അതിലേക്ക് കുറേ വിറകൊക്കെ ഇട്ടു, കുറേ നെയ്യെടുത്തൊഴിച്ചു, തീ കൊടുത്തു. അഗ്നി അങ്ങനെ ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ ആചാര്യന്മാർ ചുറ്റുമിരുന്ന് ദേവേന്ദ്രനെ മന്ത്രം ചൊല്ലി അങ്ങ് ആവാഹിക്കാൻ തുടങ്ങി. ദേവലോകത്ത് നിന്ന് ദേവേന്ദ്രൻ സിംഹാസനത്തോടുകൂടി ഈ അഗ്നിയിലേക്ക് വരാൻ തുടങ്ങി. ദേവേന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ വരണ വഴിയില് യാഗശാലയിലെ മുകളില് യാഗശാലയ്ക്ക് യജ്ഞശാലയില്
യജ്ഞസ്വരൂപനായിട്ട് ശോഭിക്കുന്ന ഭഗവാൻ നാരായണൻ ഉണ്ടായിരുന്നു. ആ ശ്രീനാരായണന്റെ ഭഗവാന്റെ പാദങ്ങൾ കൂട്ടി അങ്ങ് പിടിച്ചു. ഭഗവാനെ പിടിച്ചതിന് രണ്ടുദ്ദേശം. ഒന്നുകിൽ ഇയാൾ എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിലോ ഇയാളും കൂടി തീയിലേക്ക് വീഴട്ടെ. ദേവേന്ദ്രൻ തൻ്റെ കാലു പിടിച്ചപ്പോൾ ഭഗവാനും കുറച്ച് മനസ്സലിഞ്ഞു. പൃഥുവിൻ്റെ മുൻപിലെത്തി അവതരിച്ച് ആ യാഗം അവിടെ നിർത്താനായിട്ട്, മന്ത്രം നിർത്താനായി പറഞ്ഞു. നിർത്തി എല്ലാവരും. ഭഗവാൻ പൃഥു മഹാരാജാവിനെ അനുഗ്രഹിച്ചു. എന്താ വരം വേണ്ടത്? അങ്ങ് ഇങ്ങനെ ഹോമം ചെയ്യുന്നത്, യാഗം ചെയ്യുന്നത് ഇയാളുടെ കസേരയ്ക്ക് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാ ഈ പാവം കുതിരയെ കട്ടുകൊണ്ടൊക്കെ ചെയ്യണത്. അങ്ങക്ക് ദേവലോകം വേണോ? സിംഹാസനം വേണോ? അങ്ങക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്വർഗവും സിംഹാസനവും ഞാൻ ആക്കിത്തരാം, ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞപ്പോൾ പൃഥു മഹാരാജാവ് പറഞ്ഞു, ഭഗവാനെ, അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് സ്വർഗലോകമോ രസാധിപത്യമോ ഒരു തരത്തിലുള്ളതായ സിംഹാസന സുഖങ്ങളോ ആവശ്യമില്ല. പിന്നെ എന്താ അങ്ങക്ക് വേണ്ടത് ചോദിച്ചപ്പോ ന കാമയേ നാഥ, എനിക്ക് മറ്റൊന്നിലും മോഹമില്ല. എന്തേ വേണ്ടതെന്നറിയോ? എന്താ വേണ്ടത്? നയത്രയുഷ്മൽ ചരണാംബുജാസവ, അങ്ങയുടെ പാതാരവിന്ദ ഭക്തിയാകുന്ന ലഹരി അതെനിക്ക് ഉണ്ടാവണം. ഭക്തി എന്നുള്ളതായ ആ ആനന്ദലഹരിയിൽ എല്ലാം മറക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനൊരു ഭക്തി ഉള്ളിലുണ്ടാവണമെങ്കിൽ എന്തു വേണം? ഭഗവാന്റെ കഥകൾ കേൾക്കണം. യാതൊരു ഈശ്വര കഥകളെ കേൾക്കുമ്പോഴാണോ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും മറന്നു പോകുന്നത്, ആ ഭഗവാന്റെ മഹിമകള് ഈ രണ്ട് ചെവിയിൽ കൂടി കേൾക്കുമ്പോൾ തന്നെ ഇത്ര സുഖമുണ്ടെങ്കിൽ എനിക്ക് എന്തേ വേണ്ടതെന്നറിയോ? മഹത്തമന്തർ ഹൃദയൻ മുഖച്യുതോ വിധൽസ്വ കർണായുതമേഷമേ വര. മഹാത്മാക്കളായ ഭാഗവതോത്തമന്മാരായ ഗുരുനാഥന്മാരുടെ ഹൃദയം നിറഞ്ഞ് ഒഴുകി വരുന്നതായ ആ ഭഗവത് കഥാമൃതത്തെ കുടിക്കാൻ ഒരു 10,000 ചെവികള് എനിക്ക് വേണം. അങ്ങനെ ഒരു 10,000 കാതുകളിൽ കൂടി ഭാഗവതാദി കഥകളെ, ഭഗവാന്റെ കഥകളെ കേൾക്കുന്ന ആനന്ദം എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്ന് ആ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് പൃഥു പ്രാർത്ഥിച്ചപ്പോൾ വേണ്ടതുപോലെ ആ പൃഥുവിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ 99 യാഗായില്ലേ, ഇവിടെ നിർത്തിക്കോളൂ, മതി. ഏകോനശതക്രതു എന്ന ഒരു സ്ഥാനം പൃഥുവിനെ കൊടുത്ത് അനുഗ്രഹിച്ചു ഭഗവാൻ. അങ്ങനെ ഇരിക്കെ പൃഥുവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരിക്കൽ സനകാദികള് എന്ന് പറയുന്ന ഭാഗവത യോഗീശ്വരന്മാര് എത്തിച്ചേർന്നു. ആ സനകാദികളെ വേണ്ടതുപോലെ സ്വീകരിച്ച് നമസ്കരിച്ച് പൃഥു മഹാരാജാവ് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ലോകത്തിന് നന്മ വരുത്താൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാ. എല്ലാ സമയത്തും ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമങ്ങളെ പാടിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള ഭാഗവതന്മാര് വന്നു ചേരുമ്പോഴാണ് ഞങ്ങളുടെ ഗൃഹം ധന്യമായി ചേരുന്നത്. നിങ്ങളെപ്പോലെയുള്ളതായ സജ്ജനങ്ങളുടെ പാദസ്പർശം ഏൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു ഗൃഹം ധന്യമായി തീരുന്നത്. അതുകൊണ്ട് സ്വാഗതം സ്വാഗതം. സ്വതവേ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് സുഖാണോ എന്നുള്ളത്. സുഖാണോ എന്നാണ് നമ്മൾ ഒരാളെ കണ്ടാൽ ചോദിക്കുക. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങളെ കണ്ടാൽ, നിത്യം ആനന്ദസ്വരൂപനായ ഭഗവാനെ സേവിക്കുന്ന നിങ്ങളെ കണ്ടാൽ സുഖാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഭവൽ സുകുശല പ്രശ്ന ആത്മാരാമേഷു നൈഷ്യത്തെ. അപ്പോൾ മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ, ഗുരുനാഥന്മാരെ കണ്ടു കഴിഞ്ഞാൽ സുഖാണോ എന്ന് അങ്ങോട്ട് ചോദിക്കല്ല വേണ്ടത്. പിന്നെ എന്തേ വേണ്ടത്? ഞങ്ങൾക്ക് സുഖം കിട്ടാൻ എന്തു വേണം എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഭാഗവത ധർമ്മത്തെ ഞങ്ങൾക്ക് പാടിത്തരണേ എന്ന് പറഞ്ഞപ്പോൾ സനകാദികൾ പറഞ്ഞു, ഹേ പൃഥു മഹാരാജാവേ, അങ്ങക്കിപ്പോ ഞങ്ങൾ ഉപദേശിച്ചിട്ടൊന്നും വേണ്ട ഭാഗവത ധർമ്മം അറിയാൻ. പിന്നെ എന്തിനാ അങ്ങിങ്ങനെ ചോദിച്ചത് വെച്ചാൽ, അങ്ങയുടെ ഉപദേശം, അങ്ങയോട് ഉപദേശം പറയുമ്പോൾ കുറേ ആൾക്കാരത് കേൾക്കുമല്ലോ. മഹാരാജാവ് തന്നെ
ഭക്തിയെ കൈക്കൊള്ളുന്നു, രാജാവ് തന്നെ ഗുരുനാഥന്മാരെ പൂജിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രജകൾക്കും യഥാ രാജ തഥാ പ്രജ എന്നല്ലേ. അപ്പൊ പ്രജകൾക്കും എന്തുണ്ടാവും? ഈ ഗുരുത്വം എന്നുള്ളതായ ഗുണം കിട്ടും. അതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ ചോദിച്ചതെന്നൊക്കെ മനസ്സിലായി. ഏതായാലും സംഗമഖലു സാധൂനാം ഉഭയേഷാം ച സമ്മത യൽ സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതിശം. മഹാത്മാക്കളുടെ സജ്ജനങ്ങളുടെ സംഗമത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ തമ്മിൽ സംസാരിച്ചാൽ ആ സംസാരം എല്ലാ കാലത്തും കേൾക്കുന്നവരുടെ സംസാര ദുഃഖില്ലാണ്ടാക്കും അല്ലേ. എന്നോ ഒരു കാലത്ത് ശൗനകാദികളും സൂതനും തമ്മിൽ സംസാരിച്ചപ്പോൾ, എന്നോ ഒരു കാലത്ത് പരീക്ഷിത്തും ശുഗബ്രഹ്മർഷിയും തമ്മിൽ സംവദിച്ചപ്പോൾ, മൈത്രേയനും വിതുരനും തമ്മിൽ സംവദിച്ചപ്പോൾ, ദേവഹൂതിയും കപിലനും തമ്മിൽ സംവദിച്ചപ്പോൾ, ഉദ്ധവനും കൃഷ്ണനും തമ്മിൽ സംവദിച്ചപ്പോൾ, ആ സംവാദമാണ് ഭാഗവതം എന്ന പേരിൽ ഇന്നും ലോകത്തെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഭക്തന്മാരുടെ ഭാഗവതന്മാരുടെ സംഗമവും അവരുടെ സംഭാഷണവും ലോകത്തിന് എല്ലാ തരത്തിലും ശാന്തിയെ കൊടുക്കുന്നതാവും. എന്തേ ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ സാ ശ്രദ്ധയാ ഭഗവൽ ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച. ശ്രദ്ധയുണ്ടാവുക ഭാഗവത ധർമ്മത്തിലേക്ക്, ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഭാഗവത ധർമ്മത്തിൻ്റെ ആദ്യപടിയായി. യതൃച്ഛയാ മൽക്കഥാസു ജാതശ്രദ്ധസ്തു യഃ പുമാൻ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നൊക്കെ മഹദ്വചനങ്ങളാണ്. ശ്രദ്ധയുണ്ടായാൽ പിന്നെ ബാക്കിയൊക്കെയായി. ഇതൊന്ന് ശ്രദ്ധിച്ച് കിട്ടിയാൽ മതി. നമുക്ക് ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധയുണ്ടായാൽ മതി. ഇതുവരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ് എന്തു പറയുക, ഭാഗവതം ഒക്കെ അന്ധവിശ്വാസം അല്ലേ, എന്ത് ഭഗവത്ഗീത, എന്ത് രാമായണം, ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് നീ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെയാ പറഞ്ഞത് അല്ലേ? ഒരു ഭാഗവത സപ്താഹത്തിൽ പോവില്ല, ഒരു നാമം ജപിക്കില്ല, ഈ പുരാണങ്ങളൊന്നും വായിക്കില്ല, പുരാണങ്ങളൊന്നും കേൾക്കൂല്ല, ഇതിൽ പറയണ ഒരു സ്ഥലത്തും പോവില്ല. അങ്ങനെയുള്ളവര് ഇതിനെ വിമർശിക്കുമ്പോൾ അതിനടിസ്ഥാനം പറയേണ്ടതില്ല. അപ്പൊ എന്തു വേണം? സാ ശ്രദ്ധയാ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താ അറിയോ? ഒന്നും അടിച്ചേൽപ്പിക്കണില്ല. ഇന്ന ദിവസം അമ്പലത്തിൽ പോയിക്കോളണമെന്നോ, ഇന്ന ദേവനെ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂന്നോ, ഇന്ന തരത്തിലേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂന്നോ ഒരു നിബന്ധനയും നമുക്ക് വച്ചിട്ടില്ല അല്ലേ. നമുക്ക് തിരഞ്ഞെടുക്കാം. അമ്പലത്തിൽ പോണോ? പോയിക്കോളൂ. പോണ്ടേ? പോണ്ട. ഈശ്വരനെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സനാതനധർമ്മത്തിനുണ്ട്. യുക്തി കൊണ്ട് എന്തിനു വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. പക്ഷേ ആ യുക്തി കൊണ്ട് വിമർശിച്ച് യുക്തിക്ക് അവിടെ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അത് സമ്മതിക്കും കൂടെ വേണം. എല്ലാ തരത്തിലും ഇവിടെ സാ ശ്രദ്ധയാ, ഇത്തരത്തിലൊരു ശ്രദ്ധ ഈ ഭാഗവതാദി ശാസ്ത്രങ്ങളിലേക്ക്, പുരാണങ്ങളിലേക്ക് ഉണ്ടാവുക. ഭഗവൽ ധർമ്മചര്യയാ, അങ്ങനെ പുരാണങ്ങളിലേക്ക്, ഭാഗവതാദി ഗ്രന്ഥങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ അതിൽ പറയുന്നതായ ധർമ്മചര്യയിലേക്ക് പതുക്കെ ശ്രദ്ധയുണ്ടാവുക. ജിജ്ഞാസയാ, കൂടുതൽ ഇതിനെ അറിയാനുള്ളതായ ജിജ്ഞാസയുണ്ടാവുക. ആധ്യാത്മികമായ യോഗങ്ങളെ, യോഗോപാസനകളിൽ നമുക്ക് ഏതാണോ സൗകര്യം അല്ലേ, നമുക്ക് ഏത് യോഗോപാസനയാണോ സൗകര്യം അത് നമുക്ക് സ്വീകരിക്കാം. ധ്യാനയോഗാണോ? ഞാൻ ധ്യാനിച്ചോളൂ. കണ്ണടച്ചിരുന്നാൽ എനിക്ക് ഉറക്കം മാത്രമേ പറ്റണുള്ളൂ, ധ്യാനിക്കാനൊന്നും പറ്റണില്ല. എന്നാൽ ഭക്തിയോഗം, ഭഗവാന്റെ കഥ കേൾക്കുക, നാമം ജപിക്കുക. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്കിങ്ങനെ ഇരുന്ന് കഥ കേൾക്കാൻ അതും പറ്റണില്ല, പിന്നെയോ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പണിയെടുത്തോണ്ടിരിക്കണം, അതാണ് എനിക്ക് സുഖം. എന്നാ ചെയ്തോളൂ, അത് കർമ്മയോഗമായി അല്ലേ. ചെയ്യാൻ പറ്റണതും ചെയ്ത് സമർപ്പിക്കണതും നാരായണനാണ് എന്ന് കണ്ടാൽ അത് കർമ്മയോഗമായി. അപ്പോ ഏത് യോഗമാണോ, ഏത് യോഗോപാസനയാണോ നമ്മുടെ ജീവിതചര്യയ്ക്കും
നമുക്ക് സുലഭം സുഗമം എന്ന് തോന്നുന്നത് ആ യോഗോപാസനയെ നമ്മൾ സ്വീകരിക്കുക. പിന്നെ എന്തേ വേണ്ടത്? പുണ്യശ്രവ കഥയാ പുണ്യയാച. പുണ്യശ്രവന്മാരായിട്ടുള്ളതായ ഭഗവാന്റെ കഥകളെ പാടുന്നതായ മഹാത്മാക്കളായ ഗുരുനാഥന്മാരിൽ നിന്നും ഒഴുകി വരുന്നതായ മഹത്തായ പുണ്യമായ കഥകളെ, ഈശ്വര മഹിമകളെ ശ്രവിക്കുക. അങ്ങനെ ശ്രവിച്ച് ഹരേർഗുണ പീയൂഷപാനാൽ ഇത് ഒരമൃത് പോലെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അഹിംസ തുടങ്ങിയിട്ടുള്ളതായ ആ നിഷ്ഠയെ കണ്ട്, നിഷ്ഠയെ ചെയ്ത് യമനിയമാദികളെ പതുക്കെ പതുക്കെ സ്വായത്തമാക്കി ഹരേർമുഹുത്തൽ പരകർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയ ഭക്തിയാഹ്യസംഗ സദസത്യനാത്മനി സ്യാന്നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരതി. ആ ഈശ്വര കഥകളിൽ കൂടിയിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് ഇടമുറിയാത്തതായ ഭക്തി ഉണ്ടാകും എന്ന് പറഞ്ഞ് സനകാദികൾ പൃഥുവിനെ അനുഗ്രഹിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് അനേക കാലം തൻ്റെ രാജ്യഭരണത്തെ ഭംഗിയായി നടത്തിയ പൃഥു ഒടുവിലിത തൻ്റെ പുത്രന്മാരെ രാജ്യഭരണം ഏൽപ്പിച്ച് ധർമ്മപത്നിയായ അർച്ചിസിനോടൊപ്പം വനത്തിലേക്ക് ചെന്നു എന്നും കഠിനമായ തപസ്സിനൊടുവിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നും വർണ്ണിക്കുന്നു. അർച്ചിസ് എന്ന ധർമ്മപത്നിയും ആ അവസാന യാത്രയിൽ ഭർത്താവിനോടൊപ്പം ശരീരത്തെ ഉപേക്ഷിച്ച് പങ്കുചേർന്നു. എല്ലാവരും പൃഥുവിൻ്റെ മഹിമയും അർച്ചിസിൻ്റെ പാതിവ്രത്യത്തിൻ്റെ മഹിമയും ഉയർത്തിപ്പാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുദിനമിതമാതരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഗ ഭഗവതി കൃതധീഹി സുപർണകേതാവുപലഭതേ ഭഗവൽ പദാരവിന്ദം. ആരാണോ പൃഥുവിൻ്റെ ഈ പരമഭക്തിയെ കേൾക്കുന്നത്, പാടുന്നത്, ശ്രദ്ധിക്കുന്നത്, അവർക്ക് ഭഗവത് പദാരവിന്ദത്തിലേക്ക് ഭക്തി വർദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകടനത്തെ അവിടെ സമർപ്പിച്ചു. പിന്നീട് പൃഥുവിൻ്റെ വംശത്തിലായിട്ട് പ്രാചീന ബർഹിസ് എന്ന പേരായ ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ 10 കുട്ടികളാണ് പ്രചേതസ്സുക്കൾ. ഈ പ്രചേതസ്സുക്കൾ ഒരിക്കൽ മഹാദേവൻ ഉപദേശിച്ച രുദ്രഗീതം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നാരായണ മൂർത്തിയെ തപസ് ചെയ്തു. രുദ്രതീർത്ഥത്തിനടിയിലാണ് അവർ തപസ് ചെയ്തത്. അങ്ങനെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പ്രചേതസ്സുക്കൾ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ തപസ് തുടങ്ങിയപ്പോൾ എന്തായി? അവരുടെ അച്ഛനായ പ്രാചീന ബർഹിസിനും അതിൻ്റെ പുണ്യം ലഭിച്ചു എന്നാണ്. അപ്പം മക്കള് കുറച്ച് നാമജപവും ഭക്തിയൊക്കെ ഉള്ളവരായാൽ അത് അച്ഛനമ്മമാർക്ക് ധന്യതയാണ്, പുണ്യമാണ്. ഇവിടെ പ്രാചീന ബർഹിസിനെ അനുഗ്രഹിക്കാൻ നാരദ മഹർഷി എത്തിച്ചേരുന്ന രംഗമാണ് ചതുർത്ഥ സ്കന്ധത്തില് 25-ാം അധ്യായം മുതൽ നമുക്ക് 5 അധ്യായങ്ങളിൽ 6 അധ്യായങ്ങളിലായിട്ട് കാണാൻ പറ്റും. അപ്പോ ബർഹിഷത്ത് എന്നാണ് ശരിക്കും ഈ രാജാവിൻ്റെ പേര്. അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന് പേര് വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? യാഗം ചെയ്യുക, ഹോമം ചെയ്യുക, വീണ്ടും യാഗം ചെയ്യുക. അങ്ങനെ കുറേ കാലം യാഗം ചെയ്തപ്പോൾ എന്തായിന്നറിയോ? ഇപ്പോൾ യാഗം ചെയ്യാണ്ടിരിക്കാൻ പറ്റണില്ല, ഹോമം ചെയ്യാണ്ടിരിക്കാൻ പറ്റണില്ല. അതായി ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം. നമ്മളെപ്പോലെ തന്നെ നമ്മളും ഈ ചെയ്യൽ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അതും കൂടെ ചെയ്താൽ പിന്നെ സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാ അല്ലേ? സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യൽ തുടങ്ങിയത്. ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? സുഖട്ട് കിട്ടണമില്ല, ചെയ്യലോട്ട് നിർത്താൻ പറ്റണമില്ല അല്ലേ? ഓട്ടാണ് നമ്മൾ പലതും ചെയ്തു തീർക്കാനുള്ള പ്ലാൻ വച്ചിട്ടുള്ള ഓട്ട. ഈ പ്ലാനിൽ എവിടെയെങ്കിലും അവസാനം മനസ്സമാധാനം കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പ്രാരബ്ധമൊക്കെ തീർന്നിട്ട് ഒരു ദിവസം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇപ്പൊ കുറച്ച് ഇരുന്നിട്ട് പിന്നെ ഓടിയാ പോരെ? നാടോടുമ്പോ നടുവേ ഓടണ്ടേ എന്ന് വിചാരിച്ച് നടു ഒടിയുന്നത് വരെ ഓടുന്നതായ ലോകത്തിന്റെ മുൻപിൽ പ്രാചീന ബർഹിസിത നമുക്കൊരു മാതൃകയാണ്. കുട്ടിക്കാലം മുതൽ ഹോമവും യാഗവും ചെയ്ത് 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 ഇപ്പോ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ അറിയോ? ഹോമം ചെയ്യലും യാഗം ചെയ്യലും മാത്രമായി സുഖം. ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു. നാരദര് ഈ പ്രാചീന ബർഹിസിന്റെ അടുക്ക് എത്തുമ്പോഴേക്കും
ഇദ്ദേഹം എന്താ ചെയ്യണത് വെച്ചാൽ ഹോമത്തിനുള്ള ഇഷ്ടികയൊക്കെ പറക്കി വയ്ക്കുന്നുണ്ട്, പുതിയ ഹോമത്തിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട്. നാരദ മഹർഷിയെ കണ്ടതും പ്രാചീന ബർഹിസ് വേണ്ടതുപോലെ സ്വീകരിച്ചിരുത്തി. നാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഹോമകുണ്ടൊക്കെ കൂട്ടുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ നാളെ മുതൽ പുതിയൊരു യജ്ഞം നാളെ മുതൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, പുതിയൊരു യജ്ഞം എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പൊരു യജ്ഞം ഇന്നലെയാ കഴിഞ്ഞത്. ഇന്നലെ ഒരു യജ്ഞം കഴിഞ്ഞു, നാളെ ഒന്ന് തുടങ്ങും. അല്ല, ഇതിപ്പോ എത്ര കാലമായി തുടങ്ങിയിട്ട്? കുറെ കാലായി. ഇപ്പൊ എത്ര വയസ്സായി? 80 വയസ്സൊക്കെ കഴിഞ്ഞു എനിക്ക്. ഇത്ര കാലം അങ്ങ് യാഗം ചെയ്തില്ലേ, ഹോമം ചെയ്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അങ്ങ് ഹോമം ചെയ്തത്, യാഗം ചെയ്തത്? അപ്പൊ പ്രാചീന ബർഹിസ് പറഞ്ഞു, ആദ്യമൊക്കെ ഹോമം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ യാഗം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടായിരുന്നു. ചെയ്ത് ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ, കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ചെയ്യണതാണ് ഇപ്പൊ സുഖം. ഇത് നിർത്താൻ പറ്റണില്ല. കുറേ കാലം കഴിഞ്ഞിട്ടപ്പോൾ ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ഈ ഹോമത്തിൻ്റെ ആ ഒരു പുകയും നെയ്യ് കത്തുന്ന വാസനയൊന്നും ഇല്ലെങ്കിൽ ഒരു സുഖമില്ല എന്നാ അല്ലേ? അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ടൊരു സ്ഥലത്ത് കഥകളി നടക്കുക. ഇപ്പം മുമ്പിൽ വലിയ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് കഥകളി തുടങ്ങുമ്പോഴുള്ള ആൾക്കാരൊന്നും പിന്നെ കുറേ കഴിയുമ്പോഴേക്കും ഇല്ല. ഓരോ ആൾക്കാരായിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. എല്ലാവരും പോയിട്ടും ഒരാൾ മാത്രം ഈ വിളക്കിൻ്റെ ചോട്ടില് കഥകളി അങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഥകളി കളിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷമായി, ഒരാളെങ്കിലും ഉണ്ടല്ലോ നല്ല കലാപ്രേമിയായിട്ട് എന്ന് വിചാരിച്ച് അവർ ഉഷാറായിട്ട് കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞ് അണിയറയിലേക്ക് പോയിട്ടാകുമ്പോൾ ഈ കളിക്കാരന് തോന്നി, ഈ കഥകളി കെട്ടിയ ആൾക്ക് തോന്നി, അദ്ദേഹത്തിന് തോന്നി, ഒന്ന് പരിചയപ്പെടണം, ആരാ ഈ കലാസ്വാദകൻ എന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഈ കഥകളി നടൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ വിളക്കിൻ്റെ ചോട്ടിലിരിക്കുന്ന ആളോട് ചോദിച്ചു, എവിടെന്നാ? അപ്പം പറഞ്ഞു, ഞാനൊരു 5 കിലോമീറ്റർ ദൂരത്തുനിന്നാണ്. അപ്പോൾ കുറച്ചും കൂടി ബഹുമാനായി. കാരണം എന്താ, 5 കിലോമീറ്റർ ദൂരത്തുനിന്നേ കഥകളി കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു ഇദ്ദേഹം, എങ്ങനെയുണ്ട് കഥകളി, ഇഷ്ടായോ? അപ്പം ഇയാൾ ചോദിച്ചു, അതിന് കഥകളി ആര് കണ്ടു? അപ്പൊ പിന്നെ ഈ വിളക്കിൻ്റെ ചോട്ടിൽ ഇത്ര സമയം ഇരുന്നത് എന്തിനാ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കഥകളി കാണാൻ വന്നതൊന്നല്ല. പിന്നെ എന്താ വെച്ചാൽ, ഈ കഥകളിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഈ വലിയ വിളക്ക് കെടുത്തുമല്ലോ, അപ്പം അതിന്നൊരു പുക വരണ്ടില്ലേ, ആ വെളിച്ചെണ്ണ കത്തിയ പുക, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ കാത്തു നിന്നത് ഈ വിളക്ക് കെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എനിക്ക് ആ വാസനയല്ലാണ്ട് നിങ്ങളുടെ കളി ഒരു വസ്തു മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പ്രാചീന ബർഹിസിന് ഈ യാഗവും ഹോമവും ഒക്കെ ചെയ്ത് ഇപ്പോൾ ആ നെയ്യിൻ്റെ വാസനയും ഹോമത്തിൻ്റെ പുകയൊന്നും ഇല്ലെങ്കിൽ ഒരു വിഷമം. അപ്പം അദ്ദേഹം പുതിയൊരു യാഗം കണ്ടുപിടിക്കും, വീണ്ടും തുടങ്ങും. ഇങ്ങനെ 80 വയസ്സിലധികമായി തുടങ്ങിയിട്ട് അനേക കാലമായി. നാരദ മഹർഷി പറഞ്ഞു, എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണ്ടേ? ഒരു കാര്യം ചെയ്യുമ്പോൾ പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണ്ടേ? ബസ്സിൽ കയറിയിരുന്നു, ബസ് പുറപ്പെട്ട് കുറെ കഴിഞ്ഞ് കണ്ടക്ടർ വന്നിട്ട് എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊരാൾ പറഞ്ഞാൽ എന്താ യാത്രയ്ക്ക് ഉദ്ദേശം? അപ്പം ഇദ്ദേഹം പറഞ്ഞു, വേണമെങ്കിലൊരു ഉദ്ദേശം പറയാം. എന്താ ഉദ്ദേശം? സ്വർഗം കിട്ടണം. യാഗം ചെയ്താൽ പുണ്യം കിട്ടുമല്ലോ, പുണ്യം കൊടുത്താൽ സ്വർഗം കിട്ടുമല്ലോ, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നാണ് മോഹം. നാരദര് പറഞ്ഞു, പ്രാചീന ബർഹിസേ, ഓരോരുത്തർക്കും അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഫലം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് സ്വർഗവും നരകവും വ്യത്യാസമുണ്ട്. അങ്ങേക്ക് പോകേണ്ട സ്വർഗം അങ്ങ് ചിലപ്പോൾ വിചാരിച്ച സ്വർഗം ആവണം എന്നില്ല. അങ്ങേക്ക് പോകാനുള്ള സ്വർഗം വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പറ്റും. എന്താ വേണ്ടത്? എന്നെ ഒന്ന് തൊട്ടോളൂ. അങ്ങനെ പ്രാചീന ബർഹിസ് നാരദരെ ഒന്ന് തൊട്ടു, എന്നിട്ട് പറഞ്ഞു, ഒന്ന് കണ്ണടയ്ക്കൂ. അല്ലേ, ഈ ഭ്രാന്ത് വല്ലാണ്ട് മൂത്തു കഴിഞ്ഞാൽ ഷോക്കടിപ്പിക്കാറില്ലേ? അതുപോലെ കർമ്മഭ്രാന്ത് തലയ്ക്ക് പിടിച്ച പ്രാചീന ബർഹിസിന് നാരദരുടെ വക നല്ല ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. കണ്ണടച്ചതും പ്രാചീന ബർഹിസ് കണ്ടു തനിക്ക് പോകേണ്ട സ്വർഗം തരക്കേടൊന്നുമില്ല, നല്ല പരവതാനി വിരിച്ചിട്ടുണ്ട്, സിംഹാസനുണ്ട്, അപ്സരസ്സുകൾ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ
പോകുന്ന വഴിയിൽ 2 ഭാഗത്തായിട്ട് കൂർത്തുമൂർത്ത കൊമ്പുകളോടി കുറെ പശുക്കള്. ആ പശുക്കള് ഈ പ്രാചീന ബർഹിസിനെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പൊ നാരദരുടെ ഒരു ചെറിയ ഹിപ്നോട്ടിസം. നാരദർ പറഞ്ഞു, പ്രാചീന ബർഹിസെ, പശുക്കളെ കാണണില്ലേ? കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ അവരെന്താ പറയണത് എന്ന്. ശ്രദ്ധിച്ചപ്പോഴാണ് പറഞ്ഞത്, ആ പശുക്കൾ ആരാറിയോ? ഇദ്ദേഹം യാഗത്തിന് വേണ്ടി ഉപയോഗിച്ച പശുക്കളാ. ആ പശുക്കളൊക്കെ സ്വർഗലോകത്ത് ചെന്ന് കാത്തു നിൽക്കുക. എന്തിന്? ഒരു ദിവസം നീ ഈ സിംഹാസനത്തിലിരിക്കാൻ, കസേരയിലിരിക്കാൻ വരുമല്ലോ, ഇതിൽ കൂടിയല്ലേ പോവുക. നിന്നെ അന്ന് കുത്തി കൊടലെടുക്കും ഞങ്ങള്. ഈ കൂർത്തുമൂർത്ത കൊമ്പോടുകൂടി തന്നെ നോക്കി ദേഷ്യപ്പെടുന്ന പശുക്കളെ കണ്ടതും വേഗം കൈ തിരിച്ചെടുത്തു പ്രാചീന ബർഹിസ്. നാരദര് ചോദിച്ചു, സ്വർഗത്ത് പോണോ? വേണ്ട, രക്ഷപ്പെട്ടാൽ മതി. എന്നാൽ അവിടെ ഇരിക്കൂ, ഞാനൊരു ഉപദേശം തരാം. അങ്ങനെ പ്രാചീന ബർഹിസിനെ ഇവിടെ ഇരുത്തി നാരദര് നല്ല ഒരു തത്വപ്രഭാഷണം നടത്തി. പ്രപഞ്ചത്തിൻ്റെ ആ രഹസ്യം മുഴുവൻ, മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി, അവിടെ നിന്ന് ഇന്ന ഗുണങ്ങളുണ്ടായി, ഗുണങ്ങൾക്കനുസരിച്ച് ഇന്ദ്രിയങ്ങളുണ്ടായി, ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് വാസനകളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് പരമാത്മാവ്, ജീവാത്മാവ്, ആ തത്വം, ഈ തത്വം എന്നൊക്കെ പറഞ്ഞ് കഠിനമായ പദങ്ങളോടുകൂടി ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ പ്രാചീന ബർഹിസ് പറഞ്ഞു, നാരദരെ, പ്രഭാഷണമൊക്കെ ഗംഭീരായിട്ടുണ്ട്, പക്ഷെ ഒരു വസ്തു എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞ തത്വം ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, കാരണം വയസ്സ് 80 കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ വേണ്ടത്? ഒരു കഥയാക്കി പറഞ്ഞു തരാൻ പറ്റുമോ? ശരി, എന്നാൽ നല്ലൊരു കഥ പറഞ്ഞു തരാം. കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞപ്പോൾ പ്രാചീന ബർഹിസിനും ഉത്സാഹമായി. അങ്ങനെയാണ് നാരദരൊരു കഥ പറഞ്ഞു കൊടുത്തത്. എന്താ കഥയുടെ പേര്? പുരംജനോപാഖ്യാനം എന്നാണ് ഈ കഥയ്ക്ക് പേര്. കഥ തുടങ്ങണത് ഇങ്ങനെയാ. ആസിൽ പുരംജനോ നാമ രാജാ രാജൻ ബൃഹശ്രവ തസ്യ അവിജ്ഞാതനാമാസിൽ സഖാ അവിജ്ഞാതചേഷ്ടിത. പ്രാചീന ബർഹിസെ, പണ്ട് പുരഞ്ജനൻ എന്നു പേരായി ഒരു രാജാവുണ്ടായിരുന്നു. പുരഞ്ജനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, വേർപിരിയാത്തൊരു കൂട്ടുകാരൻ. ഒപ്പേ കുളിക്കൂ, ഒപ്പേ കളിക്കൂ, ഒപ്പേ കഴിക്കൂ, ഒപ്പേ കിടക്കൂ, ഇങ്ങനെ പിരിയാത്തതായൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഈ പുരഞ്ജനന്. എന്താ കൂട്ടുകാരൻ്റെ പേര്? എന്താ കൂട്ടുകാരൻ്റെ പേര്? പുരഞ്ജനന്റെ കൂട്ടുകാരൻ്റെ പേരെന്താ? അതിപ്പോൾ ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? അയാളോട് തന്നെ ചോദിക്കണം. പക്ഷേ പുരഞ്ജനനോട് ചോദിച്ചു വിചാരിക്കുക കൂട്ടുകാരൻ്റെ പേരെന്താണെന്ന്. അപ്പൊ പുരഞ്ജനൻ പറയും, എനിക്കറിയില്ല, അറിയില്ല. എന്തേ കാരണം? ഇതുവരെ തനിക്ക് ആ കൂട്ടുകാരനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. നമുക്കെന്തിനാ പേര്? പേരെന്തിനാ? വിളിക്കാൻ വേണ്ടിയിട്ടാ. തന്നിലേക്ക് ശ്രദ്ധിക്കാൻ, ഒരാൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാനാണ് പേര്. പക്ഷേ ഊണിലും ഉറക്കിലും ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും തന്നോടൊപ്പമുള്ളതായ ആ കൂട്ടുകാരനെ ഇന്നുവരെ തനിക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല. തന്നിൽ നിന്ന് അകന്നു എന്നൊരു തോന്നലുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ കൂട്ടുകാരൻ്റെ പേര് അറിയില്ല. എന്നാ പിന്നെ അങ്ങനെ ഒരു പേര് വയ്ക്കാം. എന്ത്? അവിജ്ഞാതനാമ, പേരില്ലാത്ത കൂട്ടുകാരൻ എന്ന് നമുക്ക് പേര് വയ്ക്കാം. അങ്ങനെ പുരഞ്ജനൻ എന്ന രാജാവും പേരില്ലാത്ത ആ കൂട്ടുകാരനും കൂടി സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ പുരഞ്ജനൻ ഒരു കാഴ്ച കണ്ടത്. എന്താ കണ്ടതെന്നറിയോ? ഒരു വലിയ കൊട്ടാരം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തിൻ്റെ എൻജിനീയറിങ് തന്നെ വലിയ അത്ഭുതമാണ്. 2 തൂണിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. 9 ഗോപുരങ്ങളാണ് ഈ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കാൻ, പുറത്തേക്ക് കടക്കാനൊക്കെ. ഇങ്ങനെ അത്ഭുതകരമായ ഒരു കൊട്ടാരം കണ്ടപ്പോൾ പുരഞ്ജനൻ എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരനെ മറന്ന് ഈ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കൊട്ടാരത്തിനടുത്തെത്തിയപ്പോഴാണ് അവിടെ ഹൗസ് നെയിം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അറിയോ? നവമുഖി എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര്. അത് പണി കഴിപ്പിച്ച എഞ്ചിനീയറെ സമ്മതിക്കണം. എന്താ വെച്ചാൽ ഇതിലപ്പുറം ഒരു സൗകര്യം ഇനി വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ 2 തൂണിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം. 7 നിലകളാണ് ഈ കൊട്ടാരത്തിൽ. സകല തരത്തിലുള്ള സൗകര്യങ്ങളും അതിനുള്ളിലുണ്ട്. 9 ഗോപുരങ്ങൾ.
ഈ ഒരു കൊട്ടാരം അങ്ങ് കണ്ടപ്പോൾ പുരഞ്ജനുണ്ട് വല്ലാത്തൊരു മോഹം. ഇതാരുടെ കൊട്ടാര, ഇതിനുള്ളിലൊന്ന് താമസിക്കണമായിരുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ഒരു സുന്ദരി പുറത്തേക്ക് തലയിട്ട് നോക്കിയത്. സുന്ദരിയെ കണ്ടപ്പോൾ പുരഞ്ജനൻ ഇപ്പോൾ കൊട്ടാരം വേണോ സുന്ദരിയെ വേണോ എന്ന് സംശയമായി. അവൾ പുരഞ്ജനനോട് പറഞ്ഞു, നിങ്ങൾ ആരാ, എവിടുന്നാ വരുന്നത്, എന്തേ ഇങ്ങനെ നോക്കുന്നത്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കൊട്ടാരത്തിൻ്റെ ഭംഗി കണ്ടിട്ട് നോക്കി നിന്ന് പോയതാ. ഇത് ആരുടെ കൊട്ടാര, വാടകയ്ക്ക് കൊടുക്കുവോ, അല്ല വിൽക്കാൻ വല്ല പ്ലാനും ഉണ്ടോ ചോദിച്ചപ്പോൾ ആ സുന്ദരി പറഞ്ഞു, ഇതെൻ്റെ കൊട്ടാരമാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? എന്നെ കല്യാണം കഴിക്കണം. ഇത് കേട്ടപ്പോൾ പുരഞ്ജനനുണ്ടായ ഒരു സന്തോഷം. കൊട്ടാരം തന്നെ സുന്ദരം, അതിനകത്തുള്ള സുന്ദരി അതിനേക്കാൾ സുന്ദരം. അപ്പോൾ സുന്ദരിയോടൊപ്പം സുന്ദരമായ കൊട്ടാരത്തിൽ താമസിക്കാന്ന് വെച്ചാൽ ഇതിലധികം ഭാഗ്യം വേറെ വേണം. പുരഞ്ജനൻ ഒരൊറ്റ ചാട്ടം കൊട്ടാരത്തിനകത്തേക്ക് അവളുടെ കൈപിടിച്ചു. പാണിഗ്രഹണം കഴിഞ്ഞു. അകത്തെത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഒരു 5 തലയുള്ള സർപ്പം കൊട്ടാരത്തിനകത്തങ്ങനെ എഴിഞ്ഞു പോകുന്നുണ്ട്. പുരഞ്ജനൻ പറഞ്ഞു, നീ ഇവിടെ പാമ്പിനെ വളർത്തുന്നുണ്ടോ? പേടിക്കണ്ട, അങ്ങിപ്പോൾ എൻ്റെ ആളായില്ലേ, ഒന്നും ചെയ്യില്ല. ഈ കൊട്ടാരത്തിൻ്റെ സംരക്ഷകനാണ് ആര്? ഈ 5 തലയുള്ള സർപ്പം. ഇവിടെ നീ ഒറ്റയ്ക്ക താമസം? അല്ല, 10 ഭൃത്യന്മാർ എൻ്റെ ജോലിയൊക്കെ ചെയ്യാൻ സൗകര്യത്തിന് ഇവിടെ ഉണ്ട്, പണിക്കാരുണ്ട് 10 ആൾക്കാർ. 10 ഭൃത്യന്മാരുണ്ട്, 5 തലയുള്ള ഒരു സർപ്പം കാവൽക്കാരനായിട്ടുണ്ട്. പോരാ, കൊട്ടാരമൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ടെറസ് മുതൽ ഓരോ കാഴ്ചകൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. ഒന്നാമത്തെ വലിയ ടെറസിൻ്റെ മുകളിൽ പലതരത്തിലുള്ളതായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ 2 ജനാലകളുണ്ട്. ആ ജനാലയുടെ വാതിലങ്ങ് പൊന്തിച്ചു കഴിഞ്ഞാൽ അടയ്ക്കും തുറക്കണതല്ല, അതിങ്ങനെ പൊന്തിക്കാതെ താഴ്ക്കുക. ആ 2 ജനാലകളങ്ങ് തുറന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിന് താഴെ 2 ദ്വാരങ്ങളുണ്ട്. ആ ഗോപുരത്തിനടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഗന്ധങ്ങളൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെ പലതരത്തിലുള്ളതായ സൗകര്യങ്ങളുള്ള കൊട്ടാരം. അങ്ങനെ ഈ കൊട്ടാരത്തിൽ പുരഞ്ജനി എന്നുള്ള ആ സുന്ദരിയോടൊപ്പം പുരഞ്ജനൻ താമസം തുടങ്ങി. ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ ലോകത്തിൽ കണ്ടിട്ടില്ല അന്നത്തെ കാലത്ത് എന്നാ ഭാഗവതം പറയണത്. എന്താ വെച്ചാൽ പുരഞ്ജനി എന്തു പറഞ്ഞാലും എന്തിനാ അത് പറഞ്ഞതെന്നും കൂടെ ചോദിക്കില്ല, അനുസരിക്കും പുരഞ്ജനൻ. ഇപ്പോൾ നട്ടുച്ചയ്ക്ക് രാത്രിയാണ് ടോർച്ച് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, പുരഞ്ജനൻ ടോർച്ച് എടുത്തിട്ടേ പോവുള്ളൂ. അത്രയ്ക്ക് സ്നേഹ ഭാര്യയോട്. കുചിൽ പിബന്ധ്യാം പിബതി അശ്നന്ധ്യാം ക്വചിദശ്നതി. ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ പുരഞ്ജനൻ എങ്ങോട്ടെന്നൊന്നും ചോദിക്കില്ല, ഓട്ടം തുടങ്ങും. കൊജിൽ ധാവതി കൊജിൽ തിഷ്ഠതി. നിന്നോളൂ എന്ന് പറഞ്ഞാൽ പുരഞ്ജൻ നിൽക്കും, ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ പുരഞ്ജനൻ ഇരിക്കും. കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ചോദിക്കില്ല, കിട്ടിയത് കുടിക്കും. ഇടയ്ക്ക് ഇവള് പുരഞ്ജനനോട് പറയും, ഒരു പാട്ട് പാടൂ. സംഗീതം 7 അയലത്ത് പോവാത്തതായ പുരഞ്ജനൻ അവിടെ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങും. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുരഞ്ജനി ഇടയ്ക്ക് പുരഞ്ജനനോട് പറയും, ഇനി കുറച്ച് സമയം കരയൂ. എന്തിനാണെന്നും ചോദിക്കില്ല, കരയും. കരഞ്ഞുകൊണ്ടിരിക്കുമ്പം പുരഞ്ജനി പറയും, ചിരിക്കൂ, ചിരിക്കും. ഇങ്ങനെ പുരഞ്ജനിയുടെ ഭാര്യയുടെ കയ്യിലുള്ള ക്ലൈബ്യാൽ ക്രീഡാമൃഗോ യഥ, ഒരു കളിപ്പാവയെ പോലെ പുരഞ്ജനൻ കഴിഞ്ഞു എന്നാണ്. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, സുഖമായ ദാമ്പത്യം. ഈ ദാമ്പത്യത്തിൽ അവർക്ക് 1000 പെൺകുട്ടികൾ മക്കളായിട്ടുണ്ടായി. അല്ലേ, അത്ഭുതപ്പെടണ്ട, ഇതൊരു കഥ മാത്രമാണ്. 1000 പെൺകുട്ടികളുണ്ടായി. അതിൽ ഒരു 500 എണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു 250 എണ്ണത്തിൻ്റെ കല്യാണം ആയി വരുന്നുണ്ട്. ഒരു 250 എണ്ണം ഈ ജന്മത്തിൽ ഇനി കല്യാണം നടക്കില്ല, മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 1000 മക്കൾ ഇവർക്കുണ്ടായി. ഏത് സുഖവും കുറച്ചു കാലം അനുഭവിക്കുമ്പോൾ മടുക്കും, അല്ലേ? പുരഞ്ജനൻ ഒരു ദിവസം തോന്നി, എത്ര കാലമായി താൻ ഈ നവമുഖി എന്നുള്ള കൊട്ടാരത്തിൽ ഇവളോടൊപ്പം കഴിയാൻ തുടങ്ങിയിട്ട്, ഒന്ന് പുറത്തിറങ്ങി നോക്കണ്ടേ? ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഇതിനുള്ളിൽ കയറിയിട്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്ത് എന്താ സംഭവം എന്നെ ഇപ്പോൾ കാണാൻ പറ്റണില്ല നമുക്ക്. പുരഞ്ജനയോട് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കില്ല.
പുരഞ്ജനൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ പുരഞ്ജനെ അറിയാതെ അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് ഒരു ദിവസം നായാട്ടിന് പോയി. നായാട്ടൊക്കെ കഴിഞ്ഞ് പുരഞ്ജനൻ തിരിച്ചു വരുമ്പോഴേക്കും കണ്ട കാഴ്ച എന്താ? ഭാര്യയായ പുരഞ്ജനി ദേഷ്യം പിടിച്ച് കരയാണ്. ഇതുവരെ എന്നെ കൂട്ടാണ്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ല, ഞാൻ പറയണതല്ലാണ്ട് അനുസരിച്ചിട്ടില്ല, ഇതെന്താ എന്നോട് പറയാണ്ട് പോയതെന്നും പറഞ്ഞ് പരിഭവവും ദേഷ്യവും കൊണ്ട് ഭാര്യ അങ്ങനെ നിലത്ത് കടന്ന് ഉരുളുക. പുരഞ്ജനന് സങ്കടമായി. ഇതുവരെ ഭാര്യയെ താൻ കരയിച്ചിട്ടില്ല, എന്തു വേണം? എങ്ങനെയാ സമാധാനിപ്പിക്കുക? കാല് പിടിച്ച് മാപ്പ് പറയാം എന്ന് വിചാരിച്ച് കാല് പിടിക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് പുരഞ്ജനൻ. കിട്ടിയൊരു ചവിട്ട്. പുരഞ്ജനെ മടിയില്ലാണ്ട് കാല് മടക്കി കൊടുത്തു ഒരു ചവിട്ട് നെഞ്ചത്ത് കിട്ടിയതും മലർന്നടിച്ചു വീണു പുരഞ്ജനൻ. വിഷമം തോന്നിയോ? ഇല്ലാന്നാ. പുരഞ്ജനിയോട് പോയിട്ട് പറഞ്ഞു, പരമോ അനുഗ്രഹോദണ്ടോ, പുരഞ്ജനി നിന്റെ കാലോണ്ടുള്ള ചവിട്ട് കിട്ടുമ്പോ തന്നെ എന്തൊരു സുഖം അറിയോ, വേണമെങ്കിൽ എന്നും ചവിട്ടിക്കോളൂ. ഇത് കേട്ടപ്പോ പൊട്ടി ചിരിച്ചു പുരഞ്ജനി. ചിരി കണ്ടപ്പോ പുരഞ്ജനന് സമാധാനായി. പുരഞ്ജനി ചോദിച്ചു, ഇനി എന്നെ കൂട്ടാണ്ട് പോവോ? ഇല്ല. എന്നോട് പറയാണ്ട് പോവോ? ഇല്ല. സത്യമൊക്കെ ചെയ്തു. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ആദ്യം ഇയാൾ നായാട്ടിന് പോയി. തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ കിടക്കണോ പുരഞ്ജനി, ഒരു ചവിട്ട് കിട്ടും, സത്യം ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് ആദ്യം നായാട്ടിന് പോവും. ഇത് പിന്നെ സ്ഥിരം പരിപാടിയായി. ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഈ പുരഞ്ജനനുണ്ടല്ലോ ഒരു 2ാം കല്യാണം കൂടി വേണ്ടി വന്നു. ഇവിടെ ഒന്നുണ്ടായിട്ട് ഇങ്ങനെ, അപ്പൊ പിന്നെ ഒന്നും കൂടെ വന്നാലുള്ള അവസ്ഥ എന്താ? ആരെയാ കല്യാണം കഴിച്ചത് വെച്ചാൽ ദുർഭഗ എന്നാണ് ഇവളുടെ പേര്. വിരൂപയാണ്. ആർക്കും ഇവളെ ഇഷ്ടല്ല. ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നു വിചാരിക്കാം, ഇവളെ കണ്ടാൽ ഇവളെ കല്യാണം കഴിക്കില്ല എന്നല്ല, ഇനി ജീവിതത്തിൽ കല്യാണേ വേണ്ട എന്ന് പറഞ്ഞിട്ടാ പോണത്. അത്രയ്ക്ക് വിരൂപയായ ദുർഭഗ. അവൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കയ്യിലൊരു മാല എടുത്തിട്ട് നടക്കുക, ആരെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ വെച്ചിട്ട്. അപ്പോഴാണ് നമ്മൾ പുരഞ്ജനനെ കണ്ടത്. നായാട്ട് കഴിഞ്ഞ് പാറപ്പുറത്ത് വിശ്രമിക്കണ പുരഞ്ജനനെ കണ്ടതും ഇവൾ എന്ത് ചെയ്തു? പുരഞ്ജനന്റെ കഴുത്തിലേക്ക് ദൂരത്തുന്ന മാലയും കിട്ടും. പിറകിൽ കൂടിയിട്ടാണ് മാല ഇട്ടത്, മുമ്പിൽ കൂടിയിട്ടാണ് എണീറ്റ് ഓടായിരുന്നു. ഇത് അതറിഞ്ഞിട്ടില്ല. തൻ്റെ കഴുത്തിൽ പെട്ടെന്നൊരു മാല വന്ന് വീണപ്പോ പുരഞ്ജനൻ തിരിഞ്ഞു നോക്കുമ്പോ കൈയടിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നൃത്തം ചെയ്യണുണ്ട് ദുർഭഗ. ഇനി എന്തു വേണം? ഇവളുണ്ട് എന്ന് അവളറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചവിട്ട് തനിക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി ഇതും കൂടി അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല. ദുർഭഗയോട് പറഞ്ഞു, തൽക്കാലം നീ ഇപ്പം ഇവിടെ നിന്നാൽ മതി, അങ്ങോട്ട് വരണ്ട. കുറച്ചു കാലം കഴിഞ്ഞു. ഒരു ദിവസം പുരഞ്ജനൻ കണ്ടു ഈ ദുർഭഗ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഗേറ്റ് തുറന്നു വരുന്നു. പുരഞ്ജന് ചോദിച്ചു, ആരാ നീ? അപ്പൊ പറഞ്ഞു, ഇത് പുരഞ്ജനന്റെ കൊട്ടാരല്ലേ? അതെ. എന്നാൽ അയാളുടെ ഭാര്യയാ ഞാൻ. പുരഞ്ജനി പറഞ്ഞു, ഭാര്യ നീയോ? ഞാനാണ് അയാളുടെ ഭാര്യ. അല്ല, ഞാൻ അയാളുടെ ഭാര്യ. ഇവര് തമ്മിൽ അടിയായി. ദുർഭഗ നല്ല ആരോഗ്യമുള്ള സൈസാ. ഒരൊറ്റ അടിക്ക് പുരഞ്ജനിയെ ബോധം കെടുത്തി. കൊട്ടാരത്തിന്റെ ഒരു മുറിയില് പൂട്ടി എവിടെ ഇട്ടു. ഇപ്പൊ ഇടയ്ക്ക് ബോധം വരും, അത്രയേ ഉള്ളൂ. ദുർഭഗ ഈ കൊട്ടാരത്തിൽ വന്നതോടുകൂടി പുരഞ്ജനന് കഷ്ടകാലം തുടങ്ങി. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ കൊട്ടാരത്തിന്റെ ഭരണമൊക്കെ താറുമാറായി. ഈ 5 തലയുള്ള സർപ്പവും 10 ഭൃത്യന്മാരൊക്കെ പണിയെടുത്ത് വിഷമിച്ചു. എന്നു മാത്രല്ല, ഈ സമയത്താണ് ചണ്ഡവേഗൻ എന്ന പേരായ ഒരു ഗന്ധർവൻ, ഒരു അസുരൻ 365 പടയാളികളോടൊപ്പം യുദ്ധത്തിന് വരുന്നത്. യുദ്ധം കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കാലം യുദ്ധം ചെയ്യണതൊന്നും അറിഞ്ഞില്ല പുരഞ്ജനൻ. കാരണം ഈ 10 ഭൃത്യന്മാരും 5 തലയുള്ള സർപ്പമൊക്കെ കൃത്യമായിട്ട് അതിന് പ്രതിരോധം ഒരുക്കിയിരുന്നു. ഇപ്പോ ആ ഭൃത്യന്മാരും സർപ്പവും ഒക്കെ ക്ഷീണിച്ചപ്പോൾ എന്തായി എന്ന് വെച്ചാൽ ഈ ചണ്ഡവേഗന്റെ അസുരന്മാര് വന്ന്, പടയാളികൾ വന്ന് കൊട്ടാരത്തെ താറുമാറാക്കി. 10 ഭൃത്യന്മാരിൽ ഓരോരുത്തരായി മരിച്ചു. 5 തലയുള്ള സർപ്പത്തെയും അവര് കൊന്നു. പോരാ, ഇത്ര കാലം ഭാര്യയാന്ന് കരുതിയതായ ആ ദുർഭഗ ചണ്ഡവേഗനെ കണ്ടപ്പോൾ അയാളുടെ ഒപ്പം കൂടിയിട്ട് കൊട്ടാരം പൊളിക്കാൻ കൂടാൻ തുടങ്ങി. പുരഞ്ജനനെ പിടിച്ചു കെട്ടി പുറത്തിട്ട് ആനയെ കൊണ്ട് ചവിട്ടിച്ച്
കൊല്ലുന്ന സമയം പുരഞ്ജനൻ ഒരു കാഴ്ച കണ്ടു. താൻ ഇത്ര കാലം കഴിഞ്ഞിരുന്ന നവമുഖി എന്ന ആ കൊട്ടാരം ചണ്ഡവേഗന്റെ ആൾക്കാര് അഗ്നിയിൽ ദഹിപ്പിക്കുന്നു, തീയിട്ട് കത്തിക്കുന്നു. അപ്പോഴാണ് പുരഞ്ജനന് ഓർമ്മ വന്നത്, ആരെ ആ കൊട്ടാരത്തിനകത്ത് ഏതോ ഒരു മുറിയില് തൻ്റെ ഭാര്യയായ പുരഞ്ജനിയുണ്ട്. ആ പുരഞ്ജനിയെ ചിന്തിച്ച് മരിച്ചു. കഴിഞ്ഞിട്ടില്ല. പുരഞ്ജനിയെ ചിന്തിച്ചുകൊണ്ട് മരിച്ചത് കൊണ്ട് അടുത്ത ജന്മം ഈ പുരഞ്ജനൻ എന്തായി എന്ന് വെച്ചാൽ വിദർഭ എന്ന രാജ്യത്തിലെ രാജകുമാരിയായിട്ട് ജനിച്ചു. വൈദർഭി എന്ന് പേര്. ഈ വൈദർഭി എന്ന രാജകുമാരി മലയധ്വജൻ എന്നു പേരായ ഒരു രാജാവിനെ വിവാഹം ചെയ്തു. അതില് ഉണ്ടായി പെൺകുട്ടികള് 6-7 ആൾക്കാര്. ഈ പെൺമക്കളെ മുഴുവൻ ഇദ്ദേഹം എന്ത് ചെയ്തു? അഗസ്ത്യ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരിക്കൽ ഈ മലയധ്വജൻ യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചു. മലയധ്വജന്റെ ശവശരീരം മടിയിൽ കിടത്തി പൊട്ടിക്കരയാൻ തുടങ്ങി ഈ വൈദർഭി എന്ന രാജകുമാരി. അപ്പോഴാണ് അതിതേജസ്സുള്ള ഒരു ബ്രാഹ്മണൻ അവിടേക്ക് കയറി വന്നത്. അദ്ദേഹം ഈ വൈദർഭിയോട് ചോദിച്ചു, നീ ആരാണ്, എന്തിനാ കരയണത്? അപ്പൊ പറഞ്ഞു, ഞാൻ വിദർഭ രാജകുമാരിയാണ്, ഈ മരിച്ചത് എൻ്റെ ഭർത്താവായ മലയധ്വജനാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അത് ഈ ജന്മത്തില്, കഴിഞ്ഞ ജന്മത്തിൽ നീ ആരാ? അപ്പൊ ഇദ്ദേഹം ആലോചിച്ചു, ഈ ജന്മത്തിലുള്ള കാര്യം തന്നെ എല്ലാം ഒന്നും നമുക്ക് ഓർമ്മിക്കാൻ പറ്റണില്ല, ഇല്ലേ? ഉണ്ടോ? 1-ാം വയസ്സും 2-ാം വയസ്സൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ കഴിഞ്ഞ ജന്മം നമുക്ക് ഓർമ്മയുണ്ടാവോ? ഇല്ല. ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഉടനെ ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ കൈകളെ കൊണ്ട് ഈ വൈദർഭി എന്ന രാജകുമാരിയെ ഒന്ന് സ്പർശിച്ചു. അപ്പോ ഈ ജീവന് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു, താൻ കഴിഞ്ഞ ജന്മത്തില് പുരഞ്ജനൻ എന്ന രാജാവായിരുന്നു എന്നും നവമുഖി എന്ന കൊട്ടാരം കണ്ട് അതിൽ ഭ്രമിച്ച് ആ പുരഞ്ജനിയെ ചിന്തിച്ച് മരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ജനിക്കേണ്ടി വന്നത് എന്നും ബോധ്യം വന്നു. ആ സമയത്ത് ആ തേജസ്സുള്ളതായ ബ്രാഹ്മണൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ ബ്രാഹ്മണന്റെ മുഖത്തേക്ക് ഇദ്ദേഹം പൂർവജന്മ സ്മൃതിയോടുകൂടി ഒരു നോട്ടം നോക്കിയപ്പോ അത് മറ്റാരുമല്ല, തൻ്റെ വേർപിരിയാത്ത ആ പഴയ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ സുഹൃത്തെ, തോളോട് തോൾ ചേർന്ന് ആനന്ദത്തോടു കൂടിയിട്ട് ആ മാനസ സരസിന്റെ തീരത്ത് കഴിഞ്ഞവരല്ലേ നമ്മള്? അന്ന് നവമുഖി എന്നുള്ള ആ കൊട്ടാരം കണ്ട് ഒരു വാക്ക് പോലും എന്നോട് പറയാതെ എന്നെ വിട്ടു പോയതല്ലേ നിനക്ക് ഈ അപകടം മുഴുവൻ പറ്റിയത്? പോട്ടെ, ആ കൊട്ടാരത്തിൽ കിടന്ന് ഇത്രയ്ക്കൊക്കെ വേദനകൾ നീ അനുഭവിക്കുമ്പോൾ ഒരു തവണയെങ്കിലും നീ എന്നെ ഓർമ്മിച്ചില്ലല്ലോ, ഒരു തവണയെങ്കിലും നീ എന്നെ വിളിച്ചില്ലല്ലോ. പോട്ടെ, ഇനിയെങ്കിലും ഇത്തരത്തിൽ എന്നെ വിട്ടു പോകരുതേ, ഇനി നീ എന്നെ വിട്ടു പോകരുതേ എന്ന് പറഞ്ഞതും ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചതാ പൊട്ടിക്കരഞ്ഞു ഈ വൈദർഭി അല്ലെങ്കിൽ പുരഞ്ജനൻ. അടുത്ത നിമിഷം ആ ബ്രാഹ്മണൻ ഈ വൈദർഭിയുടെ കയ്യവിടെ പിടിച്ചു. അടുത്ത നിമിഷം അവർ 2 വെളുത്ത അരയന്നങ്ങളായിട്ട് മാറി, ഹംസങ്ങളായിട്ട് മാറി, പറന്ന് ആ മാനസ സരസിലേക്ക് ഇറങ്ങി. ഇന്നും ആ മാനസ സരസില് ആ 2 അരയന്നങ്ങൾ കൊക്കുരുമ്മി സൗഹൃദത്തോടു കൂടി കഴിയുന്നു. എങ്ങനെയുണ്ട് കഥ ചോദിച്ചപ്പോ പുരഞ്ജനം പറഞ്ഞു, കഥ ഗംഭീരായിട്ടുണ്ട്. ഹേ മഹാരാജാവേ, വെറും ഒരു കഥയല്ല ഇത്. ഭാഗവതത്തിലെ കഥകളൊന്നും വെറും കഥകളല്ല, അല്ലേ? പിന്നെയോ കഥയുള്ളവരാക്കുന്ന കഥയുള്ള കഥകളാണ്. അയാൾക്കൊരു കഥയില്ലാന്ന് എന്ന് പറയുന്ന ഈ ലോകത്തില് കഥയുള്ളവരാക്കുന്നതാണ് ഭാഗവതത്തിലെ കഥകൾ. ആരാ ഈ പുരഞ്ജനൻ? മറ്റാരുമല്ല, നമ്മുടെ ജീവനാണ്. പുരത്തെ ജനിപ്പിക്കുന്നവൻ, ഓരോ ശരീരങ്ങളിലായി മാറി പ്രാരബ്ധത്തിനനുസരിച്ച് കൂടൊരുക്കുന്നതായ ജീവനെയാണ് പുരഞ്ജനൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ജീവനാണ് പുരഞ്ജനൻ എന്നുണ്ടെങ്കിൽ പേരില്ലാത്ത ആ കൂട്ടുകാരനാരാ? ഈശ്വരൻ തന്നെ, പരമാത്മാവ് തന്നെ, അല്ലേ? അവിജ്ഞാത എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ നമുക്ക് കാണാം. ഭഗവാന്റെ ഒരു പേരാ, എന്ത്? അറിയാത്ത ആള്, പേരില്ലാത്ത ആള്.
അപ്പോൾ പേരില്ലാത്ത കൂട്ടുകാരൻ ആരാ? പരമാത്മാവ്. ആ പേരില്ലാത്ത കൂട്ടുകാരനിൽ നിന്നും വേർപിരിഞ്ഞ് പ്രാരബ്ധത്തിലേക്ക് വന്നവരാണ് ആര്? പുരഞ്ജനൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ. 9 ദ്വാരമുള്ള ഈ ശരീരം തന്നെയാണ് നവമുഖി എന്നുള്ള കൊട്ടാരം. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നുള്ള 5 പ്രാണനെയാണ് 5 തലയുള്ള സർപ്പമായിട്ട് പറഞ്ഞത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, വാക്ക്, പാണി, പായു, ഉപസ്ഥം തുടങ്ങിയ 10 ഇന്ദ്രിയങ്ങളാണ് 10 ഭൃത്യന്മാര്. ഇങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരത്തില് ജീവൻ വന്ന് താമസം തുടങ്ങി. ആരുടെ ഭർത്താവായിട്ട്? ആരാ സുന്ദരി? ബുദ്ധിയാണ് സുന്ദരി, അല്ലേ? പുരഞ്ജനി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. പുരഞ്ജനി പറയണത് പോലെയാണ് ആര് കേൾക്കുക? പുരഞ്ജനം കേൾക്കുക. എൻ്റെ ബുദ്ധി എന്നോട് എന്താണോ പറയണത് അതല്ലേ ഞാൻ കേൾക്കുക. എൻ്റെ ബുദ്ധി ഇപ്പോൾ പറയണു, പ്രഭാഷണം നിർത്താം, പറഞ്ഞാൽ അപ്പം ഞാൻ നിർത്തും. എൻ്റെ ബുദ്ധി എന്നോട് പറയണു പാട്ട് പാടാം, അപ്പം ഞാൻ പാടും. എൻ്റെ ബുദ്ധി എന്നോട് പറയണു ഇനി ഉറങ്ങാം, അപ്പം ഞാൻ ഉറങ്ങും. അപ്പോൾ ബുദ്ധിയുടെ അടിമയായി കഴിയുന്ന ജീവനെയാണ് പുരഞ്ജനിയുടെ അടിമയായ പുരഞ്ജനനായി ചിത്രീകരിച്ചത്. പോട്ടെ, ഇതിൽ 1000 പെൺകുട്ടികൾ മക്കളായി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആരായി 1000 പെൺകുട്ടികൾ? മോഹങ്ങൾ, അല്ലേ? ഇതുവരെ നമുക്ക് എത്ര മോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രായമാവുമ്പോഴേക്കും എത്ര മോഹങ്ങൾ ഉണ്ടാവും നമ്മുടെ ലിസ്റ്റിൽ? ചെറിയ പ്രായം മുതലൊന്ന് ആലോചിച്ച് നോക്കുക. 1000 മതിയോ? 1000കണക്കിന് മോഹങ്ങൾ. അതിലൊരു 500 എണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 100-500 മോഹങ്ങളൊക്കെ സാധിച്ചു. കുറച്ച് മോഹങ്ങൾ സാധിക്കാൻ പോകണു. ചില മോഹങ്ങൾ കല്യാണിന് ഈ ജന്മത്തിൽ കഴിയില്ല. ആ സൈസിൽ മൂലയ്ക്ക് കിടക്കണുണ്ട്, എന്നാലും അവിടെ കിടന്നോട്ടെ. പറഞ്ഞു വരണത് 1000കണക്കിന് മോഹങ്ങളുണ്ടായി മക്കളായിട്ട്. ഇതിനിടയിൽ നായാട്ടിന് പോയി എന്ന് പറയുന്നത് ഉറക്കം എന്ന അവസ്ഥ, നിദ്ര, അല്ലേ? ഉറങ്ങണ സമയത്ത് ബുദ്ധിയും ജീവനും കുറച്ച് സമയത്തേക്ക് വേർതിരിഞ്ഞ് നിൽക്കണുണ്ട്. അതിനെന്താ തെളിവ് എന്ന് വെച്ചാൽ, ഈ ഉറക്കങ്ങ് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ചെറിയൊരു അടിപിടിയുണ്ട്, ചവിട്ടും കശപിശിയൊക്കെ ഉണ്ട്. അതെങ്ങനെയാ മനസ്സിലാവുക എന്ന് വെച്ചാൽ, നല്ല ഉറക്കം, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വരാന്തയിൽ നല്ല പുൽപ്പായ വിരിച്ച് മാഞ്ചോട്ടുന്നുള്ള കാറ്റും കൊണ്ട് തലയണയും വെച്ച് സുഖമായിട്ട് ഉറങ്ങണു. അങ്ങനെ നല്ല ഉറങ്ങണ സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം. എന്താ ശബ്ദം എന്നറിയോ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇതാരാ എൻ്റെ വീട്ടിൽ വന്നിട്ട് സർവത്ര ഗോവിന്ദ വിളിക്കണത് എന്ന് വിചാരിച്ച് ഇയാൾ കണ്ണങ്ങ് തുറന്നപ്പോഴാണ് യജ്ഞവേദി കാണുന്നുണ്ട്, ഭാഗവതം വായിക്കണ ആചാര്യനെ കാണുന്നുണ്ട്. ഓഹോ, ഞാൻ സപ്താഹത്തിൻ്റെ മുമ്പിലാണുള്ളത്, അല്ലേ? അപ്പോൾ പെട്ടെന്നൊന്ന് കണ്ണു തുറക്കുമ്പോൾ ഒരു ചെറിയ വേവലാതി വരണില്ലേ നമുക്ക്? ഈ ജീവനും താൻ എവിടെയാണുള്ളത് എന്നുള്ള ഒരു ഒരസല് ബുദ്ധിയും തമ്മിൽ. ഇതിനെയാണ് നേരത്തെ പറഞ്ഞ പ്രണയ കലഹമായിട്ട് ചിത്രീകരിച്ചത്. ഏതായാലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിറകിൽ കൂടി ഒരാൾ നമ്മളെ കല്യാണം കഴിക്കും. എപ്പോഴാ മാല ഇട്ടത് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കും മുമ്പിൽ കൂടി ഇവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ആരാ അവള്? ദുർഭഗ എന്ന് പറയുന്നത് ആരാ? ജരാനരകള്, അല്ലേ? ആർക്കെങ്കിലും ഇഷ്ടമാണോ ജരാനരകള്? ആരെങ്കിലും ഇവളെ മുമ്പിൽ കൂടി പോയി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കോ? ഇത്ര വയസ്സായിട്ടും എന്താ ഈശ്വര എൻ്റെ തലമുടി നരയ്ക്കാത്തതെന്ന് ആരെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല. നരച്ചത് ഒളിപ്പിച്ചു വയ്ക്കാൻ നമ്മൾ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലും ആരും ഇവളെ മുൻപിൽ കൂടി കല്യാണം കഴിക്കില്ല. നമ്മൾ കഴിച്ചിട്ടില്ല വെച്ചാലും ഇവള് കഴിക്കാണ്ടിരിക്കുമോ? അല്ലേ? നമ്മളെ എത്രയ്ക്കൊക്കെ കത്തുവരും വന്നാലൊക്കെ മടക്കിയാലും ഒരു ദിവസം ഇവള് പിറകിൽ കൂടി എപ്പോഴോ ഒരു ദിവസം മാലിയിട്ടിട്ടുണ്ട്. എപ്പോഴാ നമ്മുടെ തലമുടി നരയ്ക്കാൻ തുടങ്ങിയത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അല്ലേ? 2017 ഡിസംബർ 4-ാം തീയതി വൈകുന്നേരം 5:45 എൻ്റെ തലമുടി നരച്ചത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. തലമുടി എപ്പോഴാണ് നരക്കാൻ തുടങ്ങിയത് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, എപ്പോഴോ ഒരു ദിവസം. എന്തേ കാരണം? നമ്മൾ അറിഞ്ഞില്ല. കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു വെള്ള. പതുക്കെ കത്രിക എടുത്ത് അത് മാത്രം തെരഞ്ഞു പിടിച്ച് മുറിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത്, മുറിക്കണ്ട, അവിടെ കിടന്നോട്ടെ. എന്തേ? ഒരു മുടി മാത്രം നരച്ചാൽ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? അല്ലേ?
ചില നാട്ടുമ്പുറത്തൊക്കെ പറയും ഭാഗ്യ നരയാണ് അല്ലേ, ഒരു മുടി മാത്രം, ഒരു വെള്ളയുണ്ടായാൽ ഭാഗ്യമാണ്. അപ്പം ഇയാൾ ആലോചിച്ചു, അല്ലെങ്കിലേ ഭാഗ്യം കുറച്ച് കുറവാ, ഇനി ഇത് മുറിച്ചിട്ട് ഇല്ലത് പോണ്ടാന്ന് വിചാരിച്ച് പതുക്കെ ഭാഗ്യം അവിടെ പൊത്തി വെച്ചു. 4 ദിവസം കഴിഞ്ഞ് കണ്ണാടി നോക്കിയപ്പോഴാണ് വേറൊരു സ്ഥലത്തും കൂടി ഭാഗ്യം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഭാഗ്യക്കുറി കിട്ടിയ പോലെ തന്നെയാണ്, അവിടെ ഇവിടെ ഒക്കെ കൂടിയിട്ട് വെള്ളം തുടങ്ങി. ആദ്യമൊക്കെ കറുപ്പിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം മുറിച്ച് കളയാൻ നോക്കും, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ തോന്നും ഇനി കറുപ്പ് മുറിക്കണത് എളുപ്പമെന്ന്, കാരണം അത് കുറയും. പിന്നെ വെളുപ്പ് കറുപ്പിക്കാൻ നോക്കും, കറുപ്പും വെളുപ്പും ഇല്ലാണ്ട് ചോപ്പായിട്ട് തീരും. ഇങ്ങനെ പല തരത്തിലും നമ്മൾ ഈ ദുർഭഗയെ കൊട്ടാരത്തിലേക്ക് അടുപ്പിക്കാണ്ടിരിക്കാൻ നോക്കും. പക്ഷെ എന്തൊക്കെ നോക്കിയാലൊരു ദിവസം ഈ കാലം, ഈ ജരാനരകൾ, വാർദ്ധക്യം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ പിടികൂടുക തന്നെ ചെയ്യും. ഏ വയസ്സായിട്ടില്ല എന്ന് നമ്മൾ വാശി പിടിക്കും. എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും വയസ്സ് പറയുമോ? നമ്മളോട് ആരെങ്കിലും എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ വയസ്സ് പറയുമോ? പറയില്ല. പിന്നെയോ ഈ ചോദിച്ച ആളോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. എന്താ ചോദിക്കുക? എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ചോദിച്ചവനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും നമ്മൾ. എന്താ ചോദിക്കുക? കണ്ടാൽ എത്ര തോന്നും? എന്തിനാ ഈ കുരുത്തക്കേട് ചോദിക്കണത്? എത്ര ആയി എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ പോരെ? അല്ല, ഈ കണ്ടാൽ എത്ര തോന്നുന്നു ചോദിക്കണതിൻ്റെ ഉദ്ദേശം വേറൊന്നല്ല, ഒരു 10 വേണ്ട, ഒരു 2 വയസ്സെങ്കിലും കുറഞ്ഞിട്ട് കേട്ടാൽ എന്തോ ഒരു ആശ്വാസം. ഇവിടെ ഇപ്പം 50 വയസ്സുള്ള ഒരാളുണ്ട് വിചാരിക്കുക, അയാളോട് കണ്ടാൽ ഒരു 40 പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ചപ്പാത്തി കിട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് ഒരു വിശപ്പും ഉണ്ടാവില്ല. എന്തേ? പ്രായം തോന്നുന്നില്ലല്ലോ. പക്ഷെ നമ്മളിനി എന്തൊക്കെ കളിച്ചാലും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റിൽ മാറ്റാം. ആൾക്കാരുടെ മുമ്പിൽ വേണമെങ്കിൽ വേഷം കെട്ടിയിട്ട് നമുക്ക് പ്രായം കുറച്ച് കാണിക്കാം. പക്ഷേ പ്രായം നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഉള്ളത് തന്നെയാണ്, അതിൽ മാറ്റം വരില്ല. വാർദ്ധക്യം എന്തായാലും പിടിക്കും. അയാൾക്ക് വയസ്സായിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ചെറുപ്പകാലത്ത് ചത്തൂന്നാ അല്ലേ? ചെറുപ്പം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഇത് ഇത്യവസ്ഥാസ്ഥനോർ നവ, ജനിച്ചവർക്കൊക്കെയുള്ള അവസ്ഥകളാണ്. ഇത് സ്റ്റക്കായി പോണ സാധനമല്ല. ഇന്നെനിക്ക് 30 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 31ാമത്തെ വയസ്സിലേക്കുള്ള യാത്ര തുടങ്ങി എന്നർത്ഥം. ഇന്നെനിക്ക് 50 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 50-ൽ നിന്നു എന്നല്ല, 51ാമത്തെ വയസ്സിലേക്ക് യാത്ര തുടങ്ങി എന്നർത്ഥം. അപ്പോൾ എല്ലാ തരത്തിലും ചണ്ഡവേഗൻ. ആരാ ചണ്ഡവേഗൻ? എന്തൊന്നില്ലാത്ത വേഗതയോടുകൂടിയ അസുരൻ, കാലം എന്ന അസുരൻ, 365 പടയാളികൾ. ആരാ 365 പടയാളികൾ? ദിവസങ്ങൾ. ഈ 365 ദിവസങ്ങളാകുന്ന പടയാളികൾ വന്ന് കാലം ഈ ശരീരമാകുന്ന നവമുഖി എന്നുള്ള കൊട്ടാരത്തെ ആക്രമിക്കും. ഈ ഇന്ദ്രിയങ്ങളൊക്കെ പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും. പ്രാണനൊന്നും നേരാമണ്ണം നിൽക്കാണ്ടാവും. പുരഞ്ജനി എന്ന ബുദ്ധിക്ക് എന്ത് സംഭവിക്കും? ക്ഷീണം വരും. ദുർഭഗ ഈ പുരഞ്ജനിക്കൊരടി കൊടുത്തില്ലേ, അതോടുകൂടി ബുദ്ധി നേരെയാവാണ്ടാവും. കുറേ പ്രായമാകുമ്പോൾ ബുദ്ധി വിചാരിച്ച പോലെ നിൽക്കില്ല. എന്താ പേര് എന്ന് ചോദിക്കും. ഇന്നതാണ് പേര് എന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, അവ പേര് പറഞ്ഞോ? പേര് വീണ്ടും പറയണം. ഇങ്ങനെ 8 തവണ പറഞ്ഞാലും 9ാം തവണ വീണ്ടും ഒരു നാണവും ഇല്ലാണ്ട് എന്താ പേര് എന്ന് ചോദിക്കണ ആൾക്കാരില്ലേ? എന്തേ കാരണം? ബുദ്ധി ഉറക്കില്ല. ഇങ്ങനെ ശരീരം മുഴുവൻ ഇതാ ചണ്ഡവേഗൻ കാലം കീഴ്പ്പെടുത്തുമ്പോൾ ഇതിനകത്തുള്ളതായ ജീവന് ഒരു സത്സംഗം ലഭിച്ചു. അതാണ് മലയധ്വജൻ. എപ്പോഴോ ഈ ജീവന് എന്തുണ്ടായി? ഭാഗവതം കേൾക്കാനും സജ്ജനങ്ങളെ പൂജിക്കാനും ഗുരുനാഥന്മാരെ വന്ദിക്കാനുമുള്ള ഒരു ഭാഗ്യമുണ്ടായാൽ അന്ന് സത്സംഗത്തിൽ വെച്ച് ജീവനാകുന്ന പുരഞ്ജനനുണ്ടാകുന്ന മക്കളാണ് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം തുടങ്ങിയിട്ടുള്ള ഭക്തിയുടെ വിവിധ ഭാവങ്ങൾ. ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. ആ ഭക്തി നേരായ മാർഗത്തിലാവണമെങ്കിൽ അതൊരു ഗുരുനാഥനിൽ കൂടിയാവണം. അവിടെ ആ പെൺകുട്ടികളെ അഗസ്ത്യ മഹർഷിക്ക് ഒരു മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് വെച്ചാൽ ഭക്തി നല്ലൊരു ഗുരുനാഥനിൽ കൂടിയിട്ട് ഭംഗിയാക്കി തീർത്താൽ നമുക്ക് ആ പഴയ കൂട്ടുകാരനെ കാണാം. ഏതു രൂപത്തില്? ഗുരുനാഥന്റെ രൂപത്തില്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് ആ ഗുരുനാഥനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ
ചക്ഷുരുന്മീലിതം വേന തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്ഞാനമാകുന്നതായ ആ അഞ്ജനം കൊണ്ട് നീക്കി ഗുരുനാഥൻ നമ്മുടെ ആ സ്വത്വത്തെ യഥാർത്ഥത്തിൽ നാം ആരാണ് എന്ന് തത്വമസി എന്നുള്ള ഉപദേശത്തിൽ കൂടി ഉപദേശിക്കുമ്പോൾ, അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലേക്ക് നാം ഉയരുമ്പോൾ ആ പരബ്രഹ്മത്തോടൊപ്പം ആ പരമഗുരുനാഥനോടൊപ്പം പരമഹംസ പദവിയിലേക്ക് ഏത് ജീവനും ഉയരാൻ സാധിക്കും. എന്തേ വേണ്ടത്? ഈശ്വര കഥകളെ കേൾക്കുക, ഈശ്വര നാമങ്ങളെ ചൊല്ലുക. അങ്ങനെ നാമം ജപിച്ചും ഭഗവാന്റെ കഥകളെ കേട്ടും ഭഗവാനെ ഓർത്തും ഈ ജന്മത്തെ ധന്യമാക്കി പരമഹംസ പദവിയിലേക്ക്, ഭഗവത് പദവിയിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ജീവനാകുന്ന പുരഞ്ജനൻ എത്തിച്ചേരട്ടെ. അങ്ങനെ നമ്മളെ കൈപിടിച്ച് ആ ആനന്ദസ്വരൂപനായ ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ ഗുരുനാഥൻ ഭാഗവത പരമഹംസം നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് സമർപ്പിക്കാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമിന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. മള്ളിയൂർ ഗണപതേ ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. നന്ദമുകുന്ദ ഗോകുലപാല ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.